ഊതി കൊടുക്കും. ആ ഊതിയത് അവൻ സ്വീകരിച്ച് അവസാനം നിന്റെ നെഞ്ചിലടിയും കേട്ടോ. ഇനി അങ്ങനെ ഒരു സംഭവം ദുനിയാവുന്നില്ലെങ്കിൽ തന്നെ മരിക്കുമ്പോൾ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല പെണ്ണേ. നിന്റെ ഭർത്താവിന് ജന്മം നൽകിയ ഉമ്മ, ആ ഉമ്മയോടൊരു ചെറിയ വെറുപ്പിന് കാരണം നിന്റെ നാവാണെങ്കിൽ പെണ്ണേ, നിന്റെ ആഖിറമാണ് നീ നഷ്ടപ്പെടുത്തിയത്. നിന്റെ നിസ്കാരത്തിന് സ്ഥാനമില്ല, നിന്റെ നോമ്പിന് സ്ഥാനമില്ല, നിന്റെ അമലുകൾക്ക് സ്ഥാനമില്ല. നീ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. മരുമക്കളെ, നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കേണ്ടവരാണ്. ഭർത്താവിന്റെ കയ്യിൽ ഉമ്മയോട് വല്ല അതപകടം വരുമ്പോൾ അരുത്, നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ ഉമ്മയാണ്. എന്നോട് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾക്കതിന് അവകാശമില്ല എന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് ആ ഭർത്താവിനെ സ്വാധീനിച്ചിട്ട് ആ ഉമ്മയോട് അകഴ്ത്തിയ പെണ്ണേ, നിനക്ക് ഖബറിൽ കിടക്കണം കേട്ടോ, നിനക്ക് ഇവിടെ ജീവിക്കണം കേട്ടോ, നിനക്ക് ആഖിറത്തിൽ പോകണം കേട്ടോ. വല്ലാത്ത കടമയാണ് എന്നത് നീ മറക്കരുത്. ആൺകുട്ടികളെ, ചെറുപ്പക്കാരെ, അവരുടെ ഭാര്യമാരായി ജീവിക്കുന്നവരെ, റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്നൊരു ദിവസമുണ്ട്. പരിഹാരമില്ലാത്ത തൗബ ചെയ്ത് കണ്ണീരൊലിപ്പിച്ചിട്ട് പരിഹാരമില്ലാത്ത കുറ്റങ്ങളാണ് കേട്ടോ. ഉമ്മയോട് അകലുന്ന ഒരു വാക്ക് ഒരു പെണ്ണിനിക്കൊരു മരുമകൾക്ക് ഭർത്താവിന്റെ ചെവിയിൽ പറയാൻ അവകാശമില്ല. ഉമ്മയുടെ ഗീബത്താണെന്ന് ഓർക്കണം. ഉമ്മ ആരാണ്? ഒരു ഉമ്മ, ഒരു ഉപ്പ മകനെയോ മകളെയോ കൊന്നുകളഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ശിക്ഷ എടുത്താലും ഇസ്ലാം മത ശിക്ഷയിൽ ഒരു മനുഷ്യനെ കൊന്നാൽ, ചെറിയതായിരുന്നാലും വലിയതായിരുന്നാലും, മനുഷ്യജീവനെ കൊന്നാൽ തിരിച്ചു കൊല്ലുമെന്നാണ്. എന്നാൽ ഉമ്മയും ഉപ്പയും മക്കളെ കൊന്നാൽ ഇസ്ലാമിൽ തിരിച്ചു കൊലയില്ല. ഇസ്ലാം രാഷ്ട്രത്തിൽ തിരിച്ചു കൊലയില്ല. ചെയ്തത് വൻകുറ്റമാണെങ്കിലും തിരിച്ചു കൊല്ലുന്ന വട്ടമില്ല. എന്നാൽ ഉമ്മയെയോ ഉപ്പയെയോ ഒരു മകനോ മകളോ കൊന്നാൽ നഊദു ബില്ലാഹ്, ആ മക്കളെ തിരിച്ചു കൊല്ലുന്നതാണെന്ന് മാത്രമല്ല, ആ ഉമ്മയുടെ സ്വത്തിന് അവൻ അവകാശിയല്ല, ഉപ്പയുടെ സ്വത്തിന് അവൻ അവകാശിയല്ല. വാപ്പയെ കൊന്നിട്ട് സ്വത്തെടുക്കാമെന്ന് ചിന്തിച്ചവർക്ക് വാപ്പയെ കൊന്ന പേരിൽ സ്വത്തില്ല. 5 ചുല്ലിക്കാശ് ബാപ്പന്റെ സ്വത്ത് അവന് കൊടുക്കാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഉമ്മയെ കൊന്നവന്റെ സ്വത്ത്, ഉമ്മയെ കൊന്നാൽ ഉമ്മയുടെ സ്വത്തിൽ നിന്ന് 5 ചുല്ലിക്കാശ് ഇസ്ലാമിന്റെ നിയമത്തിൽ അവൻ അർഹതയില്ല. ഉമ്മ മരിച്ചു പോയാൽ ഉപ്പക്കൊരു ഭാര്യ വേണമെന്ന് ചിന്തിക്കേണ്ടത് അവരുടെ മക്കളാണ്. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. എന്താണ് ഇന്നത്തെ അവസ്ഥ? ഉമ്മ മരിച്ചാൽ പിന്നെ ഉപ്പ വേറെ കല്യാണം ചെയ്യാൻ പാടില്ല എന്നാണ് പെൺകുട്ടികളുടെ ആഗ്രഹം. വല്ലാത്ത പെണ്ണേ, നിന്റെ ധിക്കാര മനസ്സ് നീ നിർത്തുക. പല പെണ്ണുങ്ങൾക്കും ഞങ്ങളുടെ വാപ്പഞ്ഞ് പെണ്ണ് കെട്ടരുതെന്ന ചിന്തയാണ്. ധിക്കാര മനസ്സാണത് കെട്ടവനോ. വിശുദ്ധ ദീനിന്റെ നിയമം എന്താണ്? ഒരാളുടെ ഭാര്യ മരിച്ചാൽ അവർക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ അവനക്ക് വേറെ കല്യാണം ചെയ്തു കൊടുക്കേണ്ടതാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പിതാവിനിക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ട് അധ്യായം തന്നെയുണ്ട്. അഥവാ എന്റെ ഉപ്പക്ക് ഭാര്യയില്ലെങ്കിൽ, ഞാൻ സാമ്പത്തികമായി അല്പമുള്ളവനാണെങ്കിൽ ഞാൻ മഹർ കൊടുത്ത്, ഞാൻ ചെലവ് കൊടുത്തിട്ട് ഉപ്പക്ക് കല്യാണം ഉണ്ടാക്കൽ എന്റെ മേൽ കടമയാണ്. എന്നാൽ മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കൽ ബാപ്പമാർക്ക് കടമയില്ല. ഇസ്ലാമിൽ നിർബന്ധമില്ല. പെൺകുട്ടികളെ കല്യാണം ചെയ്താക്കൽ നിർബന്ധമില്ല. എന്ന വാക്ക് പറയലേ ഉപ്പക്ക് നിർബന്ധമുള്ളൂ. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കൽ നിർബന്ധമില്ല. പണ്ടം കൊടുത്ത് കെട്ടിക്കൽ നിർബന്ധമില്ല. ആൺകുട്ടികൾക്ക് അതാ പെൺകെട്ടിക്കൽ ഉപ്പമാരുടെ മേൽ കടമയില്ല. ഒരു ഇസ്ലാമിന്റെ രംഗത്തില്ലെങ്കിൽ ഉപ്പമാർക്ക് കല്യാണം ചെയ്തു കൊടുക്കൽ മക്കളുടെ കടമയാണെന്ന് കർക്കശമായി പറയുന്ന ദീനാണ് കേട്ടോ. ഉമ്മ മരിച്ചാൽ പിന്നെ കല്യാണം ഉപ്പ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന മക്കളെ, ഉപ്പ ചെയ്താൽ അതിന് നേരെ തിരിയുന്ന മക്കളെ, ഉപ്പയുടെ ഭാര്യയെ അതാ മറ്റൊരു പെണ്ണായി കണ്ട് എളാമെന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന മക്കളെ, റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. അതാ
റൂമിൽ റസൂലുള്ള മുട്ടുകുത്തി ഇങ്ങനെ നടക്കുന്നു. ഹദീസിൽ കാണാം ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും റസൂലുള്ളാന്റെ കഴുത്തിലും അതുപോലെ തന്നെ മുതുവിലും കയറിയിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൂരിയാക്കിയിരിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളെ. ആ റൂമിൽ ഇതാ റസൂലുള്ള മുട്ടുകുത്തി കുട്ടികൾക്ക് നടന്നു കൊടുക്കുന്നു. നബി തങ്ങളുടെ മുകളിൽ യാത്ര ചെയ്യുന്നത് 2 മക്കളാണ്, ഹസൻ ഹുസൈൻ. അങ്ങനെ നടക്കുന്നത് കണ്ടു വാതിലിന്റെ ഉള്ളിലൂടെ ഒരു സ്വഹാബി അത് കണ്ടപ്പോൾ സ്വഹാബി പറഞ്ഞു, നിഅ്മൽ മർകബ്, നല്ല വണ്ടിയാണല്ലോ കിട്ടിയത്. റസൂലുള്ള പറയുന്നു, ബൽ വ നിഅ്മർ റാകിബാൻ, വണ്ടി മാത്രമല്ല വണ്ടിയിലെ യാത്രക്കാരും നല്ലവർ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. എത്രയോ ഹദീസുകളിൽ ഇതിന് സമാനമായി കാണാം. ഹദീസിൽ കാണാം റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി സ്ത്രീകൾ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുമ്പോൾ അതാ പെട്ടെന്ന് ചിലപ്പോൾ നിസ്കരിക്കും. കാരണം ആ കുട്ടികൾ കരയുമ്പോൾ ഉമ്മമാർക്ക് പ്രയാസമായിരിക്കുമെന്ന് മനസ്സിലാക്കി ആ വന്ന ഉമ്മമാരെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി റസൂലുള്ള വേഗത്തിൽ നിസ്കരിക്കുന്നതാണ്. എത്രയോ സംഭവങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അവിടുത്തെ കാരുണ്യം ലോകത്ത് എല്ലാവരോടും ചെയ്തിരുന്നതാണ്. ചെറിയ മക്കളോട് ചെയ്ത കാരുണ്യത്തിന്റെ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ പാവപ്പെട്ടവരോട് ബഹുമാനപ്പെട്ട അബൂ യഅ്ല തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന യഅതി ളുഅഫാൽ മുസ്ലിമീൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം മദീനയിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹി പോകും. വയസൂറുഹും, അവരെ സന്ദർശിക്കും. വയഊദു മർലാഹും, അവര് രോഗികളുണ്ടായാൽ രോഗികളെ കാണാൻ പോകും. വയഷ്ഹദു ജനായിസഹും, അവരിൽ പാവപ്പെട്ടവരുടെ ജനാസകൾക്ക് പങ്കെടുക്കും. പണക്കാരന്റെ ജനാസക്ക് പോവുക, പണക്കാരന്റെ മരണത്തിന് മാത്രം വരിക, അങ്ങനെയല്ല നബി തങ്ങൾ ഉണ്ടായിരുന്നത്. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, ഇബ്ഗുനി ഫീ സഹാലിക്കിൽ അൻസാർ, അൻസാറുകളിൽ പാവപ്പെട്ടവരുണ്ടല്ലോ, സ്വഹാബിമാരാകുന്ന അൻസാറുകൾ, അവരിൽ പാവപ്പെട്ടവരിൽ എന്നെ നിങ്ങൾ തേടണം. അഥവാ പാവപ്പെട്ടവരിലാണ് എന്നെ നിങ്ങൾക്ക് കിട്ടുക. പാവപ്പെട്ടവരോട് സ്നേഹം കാണിക്കണം. മുത്തുനബി പറഞ്ഞു, അർറഹിമൂൻ യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. അർറഹിമൂൻ, കാരുണ്യം ചെയ്യുന്നവർ, യർഹമുഹുർ റഹ്മാൻ, ആരോടെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാത്തിനോടും കാരുണ്യം ചെയ്യണം, എല്ലാ സാധനത്തോടും കാരുണ്യം വേണം. കാരുണ്യമുള്ളവർ അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യും. അല്ലെങ്കിൽ മലക്കുകൾ അവർക്ക് കാരുണ്യം ചെയ്യും, അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യും. ഇർഹമൂ, നിങ്ങൾ കാരുണ്യമുള്ളവരാകണം. മൻഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാത്തിനോടും നിങ്ങൾ കാരുണ്യമുള്ളവരാകണം. എങ്കിൽ യർഹംകും മൻ ഫിസ് സമാ, വാനലോകത്തുള്ള മലക്കുകൾ നിങ്ങളോട് കാരുണ്യം ചെയ്യുന്നതാണ്. മനുഷ്യരോട് മാത്രമല്ല മുത്തുനബി തങ്ങൾ കാരുണ്യം ചെയ്തത് ജിന്നുകളോട്. മുത്തുനബി പറഞ്ഞു, നിങ്ങൾ മാളത്തിൽ മുദ്രിക്കരുത്. ജിന്ന് താമസമുള്ള സ്ഥലമായിരിക്കാം മാളം, അതുകൊണ്ട് നിങ്ങൾ അവിടെ മൂത്രിക്കരുത്. മുത്തുനബി പറഞ്ഞു, എല്ലിന്റെ മുകളിൽ മൂത്രിക്കൽ ഹറാമാക്കി നബി തങ്ങൾ. എന്തുകൊണ്ട്? എല്ല് ജിന്നിന്റെ ഭക്ഷണമാണ്. പറയുന്നു, നിങ്ങളെ സഹോദരന്മാരായ ജിന്നുകൾ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് എല്ല്. അതുകൊണ്ട് അതിന്റെ മുകളിൽ നിങ്ങൾ മൂത്രിച്ച് നിങ്ങളെ നജസാക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കാണാം, അതാ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടാൽ, സാധാ വരുന്ന പാമ്പിനെ പറ്റിയാണ് പറയുന്നത്, മനുഷ്യനെ ചുറ്റിപ്പറ്റി വരുന്ന പാമ്പുകൾ ഉണ്ടെങ്കിൽ, ആ പാമ്പ് കൊണ്ട് നിങ്ങൾക്ക് ശല്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഈ വീടിന്റെ മുറ്റത്തേക്ക് ഇനി വരാൻ പാടില്ല. പിന്നെയും കണ്ടാൽ പിന്നെയും പറയണം. 3 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും വന്നാൽ അതിനെ നിങ്ങൾക്ക് കൊല്ലാം. അഥവാ പാമ്പ്, ജിന്ന് പാമ്പുകളുണ്ട്, ജിന്ന് പാമ്പിന്റെ രൂപത്തിൽ വരുന്നതുണ്ട്. അവകളെ നിങ്ങൾ കൊല്ലുന്ന മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഞങ്ങളെ ശല്യപ്പെടുത്തരുതെന്ന് വിളിച്ചു പറയണം. വല്ലാത്ത കാരുണ്യമാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ജീവികളോട് മൊത്തമുള്ളത്.
നിങ്ങൾ നോക്കൂ, മറ്റു ജീവികളോടുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹായിതൻ, ഒരു സ്വഹാബി പറയുന്നു, ലിറജുലിൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ ഒരു തോട്ടത്തിൽ നബി തങ്ങൾ ചെന്നു. ഫൈദാ ഫീഹി ജമലുൻ, അപ്പോൾ അങ്ങകലെ ആ തോട്ടത്തിൽ ഒരു വലിയ ഒട്ടകം നിൽക്കുന്നുണ്ട്. ഫലമ്മാ റഅ അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ആ ഒട്ടകം കണ്ടപ്പോൾ ഹന്നാ, അത് തേങ്ങാൻ തുടങ്ങി. വദരിഫത് ഐനഹാ, ആ ഒട്ടകത്തിന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ഒലിക്കാൻ തുടങ്ങി. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. ജീവികൾക്ക് റസൂലുള്ളാഹിന്റെ സ്നേഹം അറിയാം. മറഅൈനൽ ഇസഹന്നത് ഫിസ്റാ ഇല്ലാ ഇലൈകി വൽ ഗമാമ ഖദ് അവല്ലത് വൽ മലാ സല്ലു അലൈകി. അതാ യാത്ര ചെയ്യുന്നത് എവിടേക്കാണെന്ന് മദീനയിലേക്ക് പോകുന്ന യാത്രക്കാര് അവര് അതാ കാഫില കെട്ടി ഒട്ടകങ്ങളുടെ മുകളിൽ 40ഉം 50ഉം ഒട്ടകങ്ങളുടെ മുകളിൽ കയറി അതാ മരുഭൂമിയിലൂടെ മദീനയിലേക്ക് പോകുന്ന യാത്രക്കാർ അതാ കുറച്ച് വൈകുന്നേരമായി കഴിഞ്ഞാൽ സാധാരണ യാത്രയിൽ ക്ഷീണിച്ചത് കൊണ്ട് തന്നെ ഒട്ടകങ്ങളോ കുതിരകളോ പിന്നെ നടക്കാൻ കൂട്ടാക്കില്ല, അതിന് റെസ്റ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ റെസ്റ്റ് കഴിഞ്ഞ് ഏകദേശം സുബഹിയോടടുക്കുന്ന ടൈമിലാണ് രണ്ടാമത് യാത്ര തുടങ്ങാറുള്ളത്. എന്നാൽ മദീനയിലേക്ക് പോകുന്ന ഒട്ടകങ്ങൾ, കുതിരകൾ, ആ കുതിരകൾക്ക് അതാ ഉറക്ക് വരുന്നില്ല, അത് ക്ഷീണം കാണിക്കുന്നില്ല. അതിന്റെ നാവിനെ പുറത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട്, അതിന് വല്ലാത്ത പ്രയാസമുണ്ട്, പക്ഷെ അത് കെടുക്കാൻ കൂട്ടാക്കുന്നില്ല. നബിയെ ഞങ്ങൾ കണ്ടിട്ടില്ല, അൽ-ഈസ ഒട്ടകങ്ങളെ കണ്ടിട്ടില്ല. പതിരാവുകളിൽ യാത്ര ചെയ്യുന്നതിൽ അതിയായ ഹനീനോടുകൂടെ അങ്ങനെ യാത്ര നടക്കണമെന്ന താല്പര്യത്തിൽ നബിയെ തങ്ങളിലേക്കല്ലാതെ ഒട്ടകങ്ങൾ കരയുന്നത് കണ്ടില്ല. നബിയെ ജീവികൾക്ക് മുഴുവനും നബി തങ്ങളെ അറിയാം, മരങ്ങൾക്ക് നബി തങ്ങളെ അറിയാം, പ്രകൃതിക്ക് നബി തങ്ങളെ അറിയാം എന്ന് ഇന്ന് അന്ന് മാത്രമല്ല ഇന്നും എന്നും നബി തങ്ങളെ അറിയുന്നതാണ്. ഭൂമിയിലുള്ള എല്ലാ മരങ്ങൾക്കും നബി തങ്ങളെ അറിയും, അല്ലാഹുവിനെ അറിയും, നബി തങ്ങളെ അറിയും. നബിയെ അറിയാത്ത ഒരു ജീവിയില്ല, ഒരു മരമില്ല. അഅറാബി മുസ്ലിമാകാൻ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ നിങ്ങൾ പ്രവാചകരാണെന്നതിന്റെ തെളിവ് എന്താണ്? നബി തങ്ങൾ ചോദിച്ചു, എന്താണ് നിനക്ക് തെളിവ് വേണ്ടത്? ആ നിൽക്കുന്ന പടവൃക്ഷമുണ്ടല്ലോ, ആ വലിയ മരം, അത് നിന്റെ അരികിൽ വരണം, എന്നിട്ട് ഷഹാദത്ത് ചൊല്ലണം, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം, ആ മരത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. മുത്തുനബി പറഞ്ഞു, നീ പോയി വിളിക്കുക, ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. നബി തങ്ങളുടെ ബുദ്ധിയാണത്. അഥവാ നബി തങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് അത് എന്തോ തന്ത്രമാണെന്ന് തോന്നണ്ട, നിന്റെ നാവ് കൊണ്ട് വിളിച്ചോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ വിളിക്കുന്നുണ്ട് മരമേ എന്ന് പറയുക. ആ അഅറാബി നേരെ ചെന്നിട്ട് സംഭവിക്കുകയില്ല എന്ന നിലക്കായിരിക്കണം പറയുന്നു, നിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നുണ്ട്. ആ ടൈമിലെ ഹദീസിൽ കാണാം, ആ മരമതാ അതിന്റെ 4 ഭാഗത്തേക്കും ചായുകയാണ്, വേര് പൊട്ടിക്കുകയാണ്. ഒരു ബുദ്ധിയുള്ള സാധനത്തെ പോലെ അത് 4 ഭാഗത്തേക്കും ചാഞ്ഞിട്ട് അതിന്റെ വേരുകൾ അറുത്ത് അഷ്ജാറു സാജിദതൻ തംശീ ഇലൈഹി അലാ സഖീം ബിലാ ഖദമി മൗലായ. കാലില്ലാതെ തണ്ടിന്റെ മുകളിലായി ഭൂമിയെ കീറിക്കൊണ്ട് ആ മരമതാ നബി തങ്ങളെ അരികിലേക്ക് വരുന്നു. വന്നെന്ന് മാത്രമാണോ ഷഹാദത്ത് ചൊല്ലുന്നു, മാത്രമാണോ തിരിച്ചു പോകുന്നു, അവിടെ തന്നെ നിൽക്കുന്നു. ആ മരം അതാ ഉണങ്ങുന്നില്ല, പിന്നെയും എത്രയോ കാലം ആ മരം നിൽക്കുകയാണ്.
അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടതായ ആ തോട്ടത്തിലുള്ള ആ ജമൽ, ആ ഒട്ടകം അതാ ഹന്ന തേങ്ങാൻ തുടങ്ങി. വദരിഫത്ത് ഐനാ, അതിന്റെ കണ്ണിന്ന് ധാരധാരയായി കണ്ണുനീര് ഉറ്റാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ സ്നേഹത്തിന്റെ നിറകുടമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ജീവികളോട് വല്ലാത്ത സ്നേഹമുള്ള നബിതങ്ങൾ, ഫതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അതിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഒരു മൃഗമായിരുന്നാലും അതിനെ നാം സ്നേഹിക്കണം. നബിതങ്ങൾ ഇതാണ് പഠിപ്പിക്കുന്നത്. മൃഗങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. വല്ലാതെ ആടുകളെയും മൂരികളെയും അടിക്കുന്നവരുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അതിനെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്. മുത്തുനബി പറയുന്നു, ഒരു മൃഗത്തെ ഒരു പശുവിനെ കറക്കുകയാണെങ്കിൽ നിന്റെ നഖം മുറിക്കാതെ അതിന്റെ മുല പിടിക്കരുത്. നഖം മുറിക്കാതെ അതിനുടെ മുല പിടിക്കരുത്. നിന്റെ കൂർത്ത നഖമാ വീർത്ത മുലയിൽ കോർത്തു പോകരുത്. അതിനെ അസഹ്യമാക്കരുത്. തഴവയുടെ പാട്ടിൽ കാണാം. അത്രയും റസൂലുള്ള സ്നേഹം പറഞ്ഞിട്ടുണ്ട്. ആ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ അഴിച്ചു കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ കട്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ശിക്ഷ ആ പേരിൽ നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തൊരു കാരുണ്യമാണ്! ആ മൃഗത്തിന്റെ അരികിലേക്ക് നബിയുനാ റസൂലുള്ളാഹി അതാ നടക്കുകയാണ്. ഹദീസിൽ കാണാം, അതിന്റെ ആ രണ്ട് ചെവിയുടെ പിൻഭാഗത്ത് ഇങ്ങനെ അവിടുത്തെ തൃക്കരം കൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ തടകി കൊടുക്കുന്നു. സ്നേഹമാണത്. മനുഷ്യകോലത്തിൽ പടക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് ഒരു സാധനത്തിനെയും താഴ്ത്താൻ പാടില്ല. ഓരോ ജീവിയെയും പടച്ചത് റബ്ബാണ്. എല്ലാത്തിനെയും പടച്ചത് റബ്ബാണ്. ഈ ഓർമ്മ നമുക്ക് വേണം. ആ മൃഗത്തിനെ നമുക്ക് കീഴ്പ്പെടുത്തിയത് റബ്ബാണ്. നാം കീഴ്പ്പെടുന്നവനും അത് കീഴ്പ്പെടുത്തുന്നവനും കീഴ്പ്പെടുത്തപ്പെട്ടവരും അത് കീഴ്പ്പെടുത്തുന്നവനുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒട്ടകത്തിന്റെ സ്ഥാനത്ത് അതാ പുലിയാണെങ്കിൽ, സിംഹമാണെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ തടകി കൊടുക്കുകയാണ്. ഫഖാല, എന്നിട്ട് റസൂലുള്ള പറയുന്നു, മൻ റബ്ബു ഹാദൽ ജമൽ, ഈ ഒട്ടകത്തിന്റെ ഉടമ ആരാണ് എന്ന് റസൂലുള്ള ചോദിക്കുന്നു. കുറച്ച് ചോദിച്ചപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരു യുവാവ് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരുന്നു. ഫഖാല ലഹു, നബിതങ്ങളോട്, ആ നബിതങ്ങൾ അയാളോട് പറയുന്നു, അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ, ഈ പാവപ്പെട്ട മിണ്ടാപ്രാണിയോട്, ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ റബ്ബിനെ നിനക്ക് പേടിയില്ല മോനെ? എന്തേ വിഷയം? അല്ലത്തി മല്ലക്കല്ലാഹു ഇയ്യാഹ, നിന്റെ ഉടമത്തരത്തിൽ അല്ലാഹു അത് നിനക്ക് തന്നു എന്നല്ലാതെ നിനക്കതിനെ ഒന്നും ചെയ്യാൻ അവകാശമില്ല. റബ്ബിനെ നീ പേടിക്കുന്നില്ല മോനെ. ഫഇന്നഹു ശകാ ഇലയ്യ, ആ മൃഗമിതാ എന്നോട് സങ്കടം പറയുന്നു. എന്തേ? അന്നക തുജീഉഹു, നീ അതിന് വിശപ്പ് അടക്കി കൊടുക്കാറില്ല. അതിനെ വിശപ്പിക്കുന്നതാണ്, അതിന് ഭക്ഷണം കൊടുക്കാറില്ല. വതുദീബുഹു, അതിനെ വല്ലാതെ ജോലി ചെയ്യിപ്പിച്ച് ക്ഷീണിപ്പിക്കുന്നു എന്ന് ആ മൃഗം എന്നോട് പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ജീവികൾ സംസാരിക്കാറുണ്ട്. ഇഷ്ടം പോലെ ആ വിഷയത്തിൽ ചരിത്രങ്ങളുണ്ട്. അതാ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്തേ നീ മൃഗത്തെ കഷ്ടപ്പെടുത്തിയത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. ആട് വളർത്തുന്നവർ, പശുവിനെ വളർത്തുന്നവർ, എരുമയെ വളർത്തുന്നവരും ഒക്കെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ അതാ കാരുണ്യം പറഞ്ഞു തന്നവരാണ്. മനുഷ്യർക്ക് മാത്രമല്ല അവിടുന്ന് കാരുണ്യം പറഞ്ഞു തന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലിയ ഭീതിയോടുകൂടെ നാം ഉൾക്കൊള്ളണം. ദഖലത്ത് ഇംറഅത്തുൻ ഇന്നാറ ഫീ ഹിറത്തിൻ അബ്സത്ഹാ വലം തുതിംഹാ വമാ അർസലത്ഹാ
തഅകുലു മിൻ ഖശാശിൽ അർളി ഖാല റസൂലുള്ളാഹി ദഖലത്ത് ഇംറാഅത്തുൻ ഒരു പെണ്ണ് കടന്നു ഫിന്നാരി നരകത്തിൽ കടന്നു. എന്തേ ആ പെണ്ണ് ചെയ്ത തെറ്റ്? ഓള് നിസ്കാരം ഒഴിവാക്കിയവളാണോ, നോമ്പൊഴിവാക്കിയവളാണോ, നന്മകൾ ചെയ്യാത്തവളാണോ? അല്ല അല്ല, അവള് നിസ്കരിക്കാത്ത പേരിലല്ല, നോമ്പോ മറ്റ് കടമകളോ നിർവഹിക്കാത്ത പേരിലല്ല അവള് നരകത്തിൽ കടന്നത്. ഫീ ഹിർറതീൻ ഒരു പൂച്ചയുടെ കാരണമാണ്, ഒരു പൂച്ചയാണ് അവള് നരകത്തിൽ കടക്കാനുള്ള കാരണം. നിങ്ങൾ നോക്കൂ, ജീവികളോട് കാരുണ്യം ചെയ്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു പൂച്ചയാണ് ഒരു പെണ്ണിനെ നരകത്തിൽ കടത്തിയത്. എന്തേ പൂച്ചയെ അവള് ചെയ്തത്? ഹബസത്ഹാ, ആ പൂച്ചയെ കയറുകൊണ്ട് അവള് ബന്ധിപ്പിച്ചു, കയറുകൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ടോ അതിന് അവൾ ഭക്ഷണം കൊടുത്തില്ല. വലം തുർസിൽഹ, അതിനവൾ വിട്ടയച്ചതില്ല. തഅകുലു മിൻ ഖശാശിൽ അർളി, ഭൂമിയിലുള്ള വണ്ട് പ്രാണികളെ അതിനിക്ക് ഭക്ഷണമാക്കാൻ അത് സ്വയം ഇര തേടി പിടിക്കുന്ന ജീവിയാണ്. അതിന് അവൾ സൗകര്യം കൊടുത്തതുമില്ല, അതിനെ കെട്ടിയിട്ടു. ആ പേരിൽ മാത്രം അവൾ നരകത്തിൽ കടന്നു. എന്നാൽ നബിതങ്ങൾ പറയുന്നു, ഒരു വേശ്യപ്പെണ്ണ്, തമ്മാടിത്തരം നടക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണതാ ഒരു വഴിയിലൂടെ വരുമ്പോൾ ഒരു കിണറിന്റെ അരികിൽ ഒരു നായ കിടന്ന് ഓടുകയാണ്. നാവ് അതാ തൂക്കിയിട്ടിട്ടുണ്ട്, വല്ലാതെ ദാഹിക്കുന്നുണ്ട് നായക്ക്. നനഞ്ഞ മണ്ണുകളാ നായ അതാ കപ്പുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ കാരുണ്യം തോന്നി. ആ വേശ്യപ്പെണ്ണ് ചെയ്തതെന്താണ്? അവളുടെ ഹുഫ് എന്ന് പറയുന്ന കാലുറ ഊരിക്കൊണ്ട് അവിടെ തട്ടത്തിന്റെ തലയിൽ അത് കെട്ടിയിട്ട് ആ കുളത്തിലേക്ക് അല്ലെങ്കിൽ ആ കിണറിലേക്ക് ആ ഹുഫ് താഴ്ത്തിയിട്ട് അതിൽ വെള്ളമെടുത്തിട്ട് ഈ നായക്ക് കൊടുക്കുന്നു. എല്ലാ വേശ്യാവൃത്തിയുമുള്ളതായ, എല്ലാ മോശവുമുള്ള പെണ്ണ്, ഒരു നന്മയും ചെയ്യാത്ത പെണ്ണ്. എന്നാൽ ഈ കാരുണ്യം കൊണ്ട് മാത്രം അല്ലാഹു അവൾക്ക് പുറത്തു കൊടുത്തു. ഇതൊക്കെ നമ്മെ റസൂലുള്ളാഹി സൂചിപ്പിക്കുന്നത് അവിടുന്ന് കാണിച്ച സ്നേഹങ്ങളാണ്, നാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു പക്ഷി ഇങ്ങനെ സദസ്സിൽ, മുത്തുനബിന്റെ സദസ്സിൽ വട്ടമിട്ട് പാറുന്നു. മനുഷ്യരെ ഇടയിൽ വന്ന് പാറാത്തൊരു പക്ഷി ഇങ്ങനെ പാറുന്നത് കണ്ടപ്പോ നബിതങ്ങൾക്കറിയാം എന്തോ ഒരു കാര്യമുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ എടുത്തവൻ ഈ സദസ്സിലുണ്ട്, അതുകൊണ്ടാണ് ആ പക്ഷിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണുന്നത്. അങ്ങനെയാണല്ലോ, കുഞ്ഞുങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് ഉമ്മമാർക്ക്. അത് എല്ലാ ജീവികളിലും ഉള്ളതാണ്. എൻ കുഞ്ഞി തൻ കുഞ്ഞെന്ന തത്വം അത് കാക്കയിൽ നീ നോക്കിയാലും വ്യക്തമാ. എന്റെ കുഞ്ഞ് അത് പെൺകുഞ്ഞെന്ന ചിന്ത എല്ലാ ഉമ്മമാരുടെയും സ്വഭാവമാണ്. തീരെ ഒന്നും ചെയ്യാത്തൊരു പാവപ്പെട്ട ജീവിയാണല്ലോ കോഴി. ഒരു പിടക്കോഴിന്റെ അരികിലേക്ക് ചെന്നാൽ നാം കൈയൊന്ന് പൊക്കിയാൽ തന്നെ കോഴി ഓടിപ്പോകും, ഒന്നും ഇങ്ങോട്ട് ചെയ്യുകയില്ല. കോഴിയെ കൂടെ ഓടിയാൽ കോഴി ഓടിപ്പോകും, ഒന്നും ചെയ്യാത്ത ജീവിയാണ് കോഴി. എന്നാൽ അതിന്റെ കുഞ്ഞുങ്ങളുമായി നടക്കുമ്പോൾ അതിന് നേരങ്ങ് ചെന്നാൽ അത് ഓടുകയില്ല. അതിന്റെ ചിറകുകൾ വിരുത്തി നമ്മ നേരെ തിരിയുന്നതാണ്. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ്, ഉമ്മമാരുടെ സ്നേഹമാണ്. അതിലേറ്റവും പൂർണ്ണ സ്നേഹമുള്ളത് മനുഷ്യ സ്ത്രീകൾക്കാണ്. ഈ കുഞ്ഞന് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ പക്ഷി ഇങ്ങനെ ഈ സദസ്സിൽ ഇങ്ങനെ വട്ടമിട്ട് പാറുന്നു. നബിതങ്ങൾ ചോദിക്കുന്നു, ആരാണ് ഈ പക്ഷിയുടെ കുഞ്ഞനെ എടുത്തത്? ഒരു സ്വഹാബി അതാ തന്റെ തോർത്തുമുണ്ടിൽ ഈ പക്ഷിക്കൂട്ടിൽ നിന്ന് കുഞ്ഞനെ എടുത്തിട്ട് വീട്ടിലേക്ക് വളർത്താൻ കൊണ്ടുപോകാനോ മറ്റോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പക്ഷി സദസ്സിൽ പാറുന്നത്. ആ കുഞ്ഞൻ അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വെക്കുക. അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുന്നു. ഒരു പ്രശ്നമില്ലല്ലോ, നമുക്കിപ്പോ അതൊന്നും ഒരു വിഷയമല്ല. അണ്ണാന്റെ കുഞ്ഞുങ്ങളെ കുട്ടികൾ എടുത്തുകൊണ്ടുവരും, എന്നിട്ട് അതിനൊരു കൂടുണ്ടാക്കിയിട്ട് വീട്ടിലവിടെ വളർത്തും. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ഉണ്ടായിന്. ഇപ്പൊ അതൊന്നും അങ്ങനെ കേൾക്കില്ല. കാര്യമില്ലാതെ ജന്തുക്കളെ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ വളർത്തുക ഹറാമൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. പക്ഷെ കുറ്റത്തിലേറെ ദൂഷ്യങ്ങൾ ആ കുടുംബം അനുഭവിക്കും.
തത്തനെ വളർത്തൽ കുറ്റുള്ള കേസല്ല. പക്ഷേ ഇത്രയും സാധനങ്ങളെ നാം വളർത്തുമ്പോൾ അതിന് പറ്റിയ കൂടുകൾ വേണം. അങ്ങനത്തെ ഒരു കൂട് ഒരു വീട്ടിലുമില്ല. ഒരു ചാണോ 2 ചാണോ വീതിയുള്ള ഒരു ചെറിയ ഇരുമ്പിന്റെ കൂട്. തണുപ്പായാൽ തണുപ്പ്, ചൂടായാൽ ചൂട്. അതാ രാത്രിയും പകലും മുഴുവനും ആ തത്ത ആ കൂട്ടിലാണ്. നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. ഒരു ഉസ്താദിനോട് ഇതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ മസ്അല തർശീഹ് പോലുള്ള കിതാബിൽ പറയുന്നു തത്തനെ വളർത്തൽ അനുവദനീയമാണ്. പക്ഷേ അനുവാദമുള്ളത് മുഴുവനും ചെയ്യരുത്. നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഈ തത്തക്ക് ഈ കൂട്ടിലിരുന്ന് എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഈ വിശാലമായ ലോകത്ത് പാറി നടക്കേണ്ട ഒരു ജീവി അതാ എനിക്കിരിക്കാൻ മാത്രം പറ്റിയൊരു സ്ഥലത്ത് തളച്ചു വെച്ചാൽ അതാ രാത്രിയാകുന്നു, വൈകുന്നേരമാകുന്നു, എന്റെ മനസ്സിന്റെ അവസ്ഥ ആരെങ്കിലും അറിയുമോ? മിണ്ടാൻ കഴിയാത്ത ആ തത്തയെ കൂട്ടിലിട്ട് വളർത്തുന്ന സഹോദരാ, വല്ലാത്ത മനസ്സിന്റെ ഉടമയാണ് നീ. അതിന്റെ പഴക്കമൊക്കെ കേട്ടിട്ട് അതിന് നിന്നോട് വലിയ ഇഷ്ടമുണ്ടെന്നാണ് നീ തെറ്റിദ്ധരിച്ചത്. അല്ല അല്ല, ജന്തുക്കൾ മനുഷ്യരുടെ ശബ്ദങ്ങളെ വാക്കുകളെ ഉദ്ധരിക്കാനുള്ള ഒരു സ്വഭാവം തത്തക്കുണ്ട് എന്നല്ലാതെ നിന്നെ പറ്റി ആ തത്തക്കറിയില്ല, ഈ കുടുംബത്തെ പറ്റി ആ തത്തക്കറിയില്ല. പൂർണ്ണ ജറകുണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് നോക്ക്, ആ തത്ത പാറിപ്പോകുന്നതാണ്. ഒരിക്കലും നിന്നോടുള്ള സ്നേഹമല്ല, മാനസിക വേദനയിലാണ്. അതിന്റെ വർഗത്തിൽപ്പെട്ട ഒരു ഇണയുടെ കൂടെ, അല്ലെങ്കിൽ മറ്റൊരു പക്ഷിയുടെ കൂടെ, അല്ലെങ്കിൽ അതിന്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു പക്ഷിയുടെ കൂടെ അതിന് സഞ്ചരിക്കാൻ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ തടഞ്ഞു വെച്ച നിന്റെ മനസ്സിനെ റബ്ബ് തആല പിടിക്കുന്നതാണ്. നിന്റെ വീട്ടിലെ മാനസിക വിഷമങ്ങൾ തീരുകയില്ല, നിന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ തീരുകയില്ല. ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ചിലരുടെ വീട്ടിലൊക്കെ കാണാം ചെറിയ കുഞ്ഞു തത്തകൾ. തത്ത അല്ലെങ്കിൽ അതുപോലുള്ള പക്ഷികൾ അതൊന്നും വലിയ ഗുണമുള്ളതല്ല. ആ പക്ഷികളെ പുറത്തു വിട്ടാൽ ജന്തുക്കൾ കൊത്തിക്കൊണ്ടുപോകുമെന്ന ഉപാധി പറയൽ, അത് ആ പക്ഷിയെ നിനക്കങ്ങനെ മുട്ടയിട്ട് വിരിപ്പിക്കാൻ അവകാശമില്ല. ആരെങ്കിലും കച്ചവടം ചെയ്യുന്നത് കണ്ട് നിന്റെ വീട്ടിലേക്ക് എന്തിനാണ് നീ അതിനെ കൊണ്ടുവന്നത്? മത്സ്യവും അങ്ങനെയാണ്. അക്വേറിയങ്ങളിൽ മത്സ്യം വളർത്തുന്ന ഭംഗിക്ക് വേണ്ടി വലിയ മത്സ്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞൻ മത്സ്യങ്ങളെ അതാ ഒരു മുഴം വലുപ്പമുള്ള ഒരു കുപ്പിയുടെ ഒരു കൂട്, അല്ലെങ്കിൽ 2 മുഴം അല്ലെങ്കിൽ 3 മുഴം, അതൊരു കുളത്തിന്റെ വലുപ്പമില്ല. ആ വെള്ളത്തിൽ രാവും പകലുമില്ലാതെ അതാ ആ മത്സ്യം ഇങ്ങനെ നടക്കുകയാണ്. മനുഷ്യനോട് പേടിയുള്ള ജീവിയാണ് മത്സ്യം. സഹോദരങ്ങളെ, ഒരു സിംഹത്തിന്റെ മുമ്പിൽ നമ്മളെ അങ്ങ് കൊണ്ടുപോയാക്കി ആ സിംഹം നമ്മളെ തിന്നൂല എന്ന് ആ സിംഹം തീരുമാനിച്ചെങ്കിലും എപ്പോഴും നമ്മളെ നേരെ സിംഹം വരുമ്പോൾ ഈ മനുഷ്യൻ ഉരുകിപ്പോകുകയില്ല എന്ന പോലെ ഉരുക്കമുള്ള മനസ്സിന്റെ ഉടമയാണ് ആ മത്സ്യങ്ങൾ. നീ ചെന്നിങ്ങനെ നടക്കുമ്പോ ആ മത്സ്യം ഓടുന്നത് കാണാം. നീ മനസ്സിലാക്കിയത് ആ മത്സ്യം സർക്കസ് കളിക്കുകയാണെന്നാണ്. അല്ല അല്ല, അത് പേടിച്ചോടുകയാണ്. പക്ഷേ 4 ഭിത്തികളുടെ ഉള്ളിൽ നീ അതിനെ തളച്ചത് കൊണ്ട് അതിനതിൽ നടക്കാതെ അതിന് അങ്ങനെയല്ലാതെ കഴിയില്ല. അതിന്റെ പുറമെ കരണ്ടിന്റെ ബന്ധമാണ് അതിലേക്ക്. ആ വെള്ളത്തിനൊരു ചെറിയ ഉഷ്ണമാണ്. ആ ചൂടുവെള്ളത്തിൽ ആ മത്സ്യത്തെ ഇട്ട റബ്ബ് നിന്റെ മനസ്സിനെ ചൂടാക്കുമെന്ന് നീ ഓർക്കണേ. നിന്റെ കുടുംബത്തിലെ ചൂട് തീരുകയില്ല. നീ ഏത് കൊമ്പനായിരുന്നാലും, നീ ഏത് പൈസക്കാരനായിരുന്നാലും നിന്റെ കുടുംബത്തിലെ മാനസിക വിഷമങ്ങൾ നീങ്ങുകയില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള ജീവികളൊക്കെ വളർത്തുന്നത്? അതിനൊന്നും പ്രത്യേക കൂലികളൊന്നുമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ പടപ്പുകളാണ്. സൂക്ഷിക്കണേ. അണ്ണാരക്കുഞ്ഞനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ മക്കളെ കൊണ്ട് സമ്മതിക്കരുത്. ചെറിയ മക്കളെ അത് പിടിക്കരുത്. പക്ഷിക്കുട്ടികളെ നിങ്ങൾ പിടിക്കരുത്, വേദനയാക്കരുത്. വല്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെയാകുന്ന വല്ലാതെ പ്രയാസം ജീവിതത്തിൽ വന്നു പോകുന്ന പണികളാണത്. ഓരോ ജീവികളും അവരുടെ സ്വസ്ഥതയിൽ ജീവിച്ചു കൊള്ളട്ടെ. മുത്തുനബി
നബിതങ്ങൾ ഇതാണ് പഠിപ്പിച്ചത്. ഹറാമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങാടിയിൽ വേടൻ പിടിച്ചുകൊണ്ടുവന്ന, വേട്ടക്കാരൻ പിടിച്ചുകൊണ്ടുവന്ന ഒരു പക്ഷി, ആ പക്ഷീനെ അതാ കാലിൽ കയറിട്ടുകൊണ്ട് വിൽക്കുകയാണ് സയ്യിദുനാ അബൂ ഹുറൈറ. അതിനെ വാങ്ങുന്നു. എന്തിനാണ്? വീട്ടിൽ വളർത്താൻ എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, വാങ്ങിയിട്ട് അബൂ ഹുറൈറ തങ്ങൾ ചെയ്യുന്നത് എന്താണ്? അതിന്റെ കാലിലുള്ളതായ കയറിനെ അങ്ങ് അഴിച്ചുകൊണ്ട് അതിനെ അങ്ങ് പറത്തിക്കളയുന്നു. എന്നിട്ട് പറയുന്നു, അതാ ബന്ധിതനാക്കപ്പെട്ട ഒരു ജീവിയെ ഒരാള് അഴിച്ചുവിട്ടാൽ അവന് ഒരു അടിമയെ ഇതുഖുദല്ലിയ കൂലിയാണ്. ദലീലുൽ ഫാലിഹീൻ പോലുള്ള കിതാബുകളിൽ ഹദീസ് കാണാം. സഹോദരന്മാരെ, എല്ലാത്തിനോടും സ്നേഹം കാണിക്കണം. നായയെ പോലും വേദനിപ്പിക്കരുത്. ചെറിയ മക്കളെ, നായകൾ നമ്മുടെ കുപ്പയിലൊക്കെ വന്നിട്ട് അതാ എല്ലും കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ കല്ലുകൊണ്ട് അതിനെ എറിഞ്ഞ് ശല്യപ്പെടുത്തരുത്. അതാ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ എറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിനുള്ള എല്ല് അത് നാം തിന്നുന്ന സാധനമല്ല. ആ നായ അത് തിന്നുകൊള്ളട്ടെ, ആ പൂച്ച അത് തിന്നുകൊള്ളട്ടെ. ഒരിക്കലും നാം അത് പിടിച്ചു വെക്കരുത്. പഴയ കാലത്ത് വേസ്റ്റ് സാധനങ്ങളെല്ലാം മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും ലഭിച്ചിരുന്നു. നായകൾക്കും പൂച്ചകൾക്കും വേസ്റ്റ് സാധനങ്ങൾ കിട്ടിയിരുന്നു. ഇന്ന് വേസ്റ്റ് സാധനങ്ങൾ അതാ ജന്തുക്കൾക്കില്ല, കാരുണ്യമില്ല. എല്ലാവരുടെ വീട്ടിലും അത് ഇടാനായി പ്രത്യേകമായി കുമാമയാണ്, കുപ്പത്തൊട്ടിയാണ്. അതിൽ കൊണ്ടുപോയിട്ട് മൂടുകയാണ്. അതാ മരങ്ങൾക്ക് വെള്ളം കിട്ടാനില്ല. എന്റെ വീട്ടിലടക്കം അതാ എന്താണ് ചെയ്തത്? കൈ കഴുകുന്ന വെള്ളം അതാ ഒരു കുണ്ടിലേക്ക് അയച്ചിട്ട് അതിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഓരോ മരത്തിന്റെ ചുവട്ടിലേക്കുമായിരുന്നു പഴയ കാലത്ത് വെള്ളം തിരിച്ചു വിട്ടിരുന്നത്. ഈ മരങ്ങളോടെല്ലാം കാരുണ്യമുണ്ടായിരുന്നു അക്കാലത്ത്. ഇന്നില്ല, ഇന്നൊരു കുഴിയിലേക്ക് തിരിച്ചുവിടുന്നു. ആ കുഴിയോ അതാ സിമന്റ് ഇട്ട് ബന്ധാക്കിയിരിക്കുന്നു. അതിലെ വെള്ളത്തിലേക്ക് ഒരു വേരിന് വരാൻ സാധ്യമല്ല. എന്തേ? അതിന്റെ ഫലം അനുഭവിച്ചത് കൊതക് വിത്തറാതെയായി. എല്ലാവരുടെ വീട്ടിലും നിറയെ കൊതക് വന്നുപോയി. അത് ഈ വേസ്റ്റ് വെള്ളങ്ങൾ അതാ കെട്ടി നിൽക്കുന്ന പേരിൽ അതിൽ വന്നുകൂടിയ കൊതകിന് പരിഹാരമില്ല. രോഗം പരത്തുന്ന കൊതുകൾ വലിയ ശാസ്ത്രം വളർന്ന കാലമത്രേ. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടാൽ ആ ടാങ്കൊക്കെ അങ്ങ് പൊളിച്ചിട്ട് ആ വെള്ളത്തിനൊരു തെങ്ങിന്റെ അരിയിലേക്ക് വിട്ടാൽ, ആ തെങ്ങിന്റെ അരികിൽ 2 ആഴ്ച അങ്ങോട്ട് പോയാൽ അടുത്ത തെങ്ങിന്റെ അരികിലേക്ക് 1 മാസം വിട്ടാൽ ഒരിക്കലും ആ വെള്ളം അവിടെ കെട്ടി നിൽക്കില്ല. കൊതകിന്റെ ശല്യം കുറയുന്നതാണ്. വീടുകളിൽ മുഴുവനും കൊതക് തന്നെ. രോഗം പരക്കുന്നു, പ്രയാസം തന്നെ. ശുദ്ധീകരണം വലിയ പ്രസംഗമൊക്കെ നടത്തിയാൽ മതി. ശാസ്ത്ര പോയിന്റ് ഇല്ലാത്ത ജീവിതത്തിലേക്ക് അതാ ശാസ്ത്രത്തിന്റെ പേരിൽ സമൂഹം എത്തി. പാവങ്ങളോട് സ്നേഹമില്ല, മരങ്ങളോട് സ്നേഹമില്ല. ഇഷ്ടാനുസരണം മരങ്ങളെ മുറിക്കുകയാണ്. വീട്ടിന്റെ മുകളിൽ ചെടികൾ വെച്ചിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമ്മെ പോലെ ആത്മാവില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തിയുള്ള സാധനങ്ങളാണ് ഈ മരങ്ങൾ. അതിന് നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്നും ആ ശബ്ദങ്ങളെ നമുക്ക് പിടിച്ചെടുക്കാമെന്നുമാണ് ആധുനിക ശാസ്ത്രം വരെ പറയുന്നത്. അല്ല പറയുന്ന ഇവകൾ മുഴുവനും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അവകൾ തൊട്ടാൽ അറിയുന്ന സാധനങ്ങളാണ്. ആധുനിക ശാസ്ത്രം അതിലേക്ക് എത്തിയിരിക്കുന്നു. ഇഷ്ടാനുസരണം ഭൂമി നന്നാക്കുന്നു എന്ന് പറഞ്ഞ് അതാ നിർബന്ധമില്ലാതെ മരങ്ങളെ വെട്ടുന്നവര് ശ്രദ്ധിക്കണം. ഒരു പുൽച്ചെടിയായിരുന്നാലും കാര്യമില്ലാതെ കൊത്തിക്കളയരുത്. റബ്ബ് പടച്ചതാണ്. നിന്റെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടി നീ 2 ഇലകളുള്ള ഒരു ചെറിയ ചെടി കൊണ്ടുവന്നാൽ അത് പ്ലാസ്റ്റിക്കിന്റെ ഇലയാണ്. അതിലുള്ള പൂവ് പ്ലാസ്റ്റിക്കിന്റെതാണ്. ആ പൂച്ചട്ടിയുമായി വാങ്ങുമ്പോ 50 രൂപ അല്ലെങ്കിൽ 150 രൂപക്ക് ഇനി അത് കൊണ്ടുവന്ന് വെച്ചിട്ട് എത്ര കൊല്ലം ഇരുന്നാലും ആ 2 ഇലയും ആ പൂച്ചട്ടിയുമായി ഇരിക്കുന്നതാണ്. എന്നാൽ ഒരു പൈസയും കൊടുക്കാൻ നിർബന്ധമില്ലാത്ത രൂപത്തിൽ എത്ര ചെടികളാണ് നിന്റെ പറമ്പിൽ റബ്ബ് തആല പടച്ചിട്ടത്. അത് 2 ഇല അതാ 2 ദിവസം കഴിയുമ്പോൾ 4 ഇലയായിരിക്കുന്നു. 10 ദിവസം കഴിയുമ്പോൾ അതിൽ ചന്തമുള്ള പൂവ് വന്നിരിക്കുന്നു. ഇതൊക്കെ റബ്ബിന്റെ സൃഷ്ടികളാണ്. അതിനെ വെറുതെ അങ്ങ് ചീന്തിക്കളയാൻ പാടില്ല, വെറുതെ അങ്ങ് മുറിച്ച് കളയാൻ പാടില്ല. നിനക്ക് പല്ല് കുത്താൻ വേണ്ടി ഓല ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അതാ വലിയ ഈർക്കിളി അങ്ങ് എടുത്തിട്ട് നിന്റെ ആവശ്യത്തിനുള്ള ഒരു കഷ്ണമെടുക്കുന്ന സ്വഭാവം നിർത്തണേ. മറിച്ച്
നിന്റെ പല്ലിലേക്ക് വേണ്ട കഷ്ണം മാത്രമേ എടുക്കാവൂ. ആവശ്യമുണ്ടെങ്കിൽ മുറിക്കാം, തെറ്റുള്ളതല്ല. വെറുതെ ഈർക്കിളിയതാ എടുത്തുകൊണ്ട് ആ മരത്തിനെ വേദനിപ്പിക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തണം. എല്ലാത്തിനോടും കാരുണ്യം നമുക്ക് വേണം. നമ്മുടെ പ്രകൃതിയിലുള്ള ജീവികളോടും മരങ്ങളോടും ഈ മുസ്ലിമിനോടും അമുസ്ലിമിനോടും അതാ പൂച്ചയോടും നായയോടും എല്ലാ സാധനത്തോടും നമുക്ക് കൃപ വേണം. മനുഷ്യനെ ശല്യം ചെയ്യുന്ന ജീവിയാണെങ്കിൽ അതിനെ കൊന്നുകളയാവുന്നതാണ്, അതിന്റെ കുട്ടികളെയും കൊന്നുകളയാവുന്നതാണ്. എലി ആ കൂട്ടത്തിൽ പെട്ടതാണ്. അങ്ങനെയുള്ള ജന്തുക്കൾ 4-5 ജീവികളുണ്ട്. അതല്ലാത്ത ജീവികളോടൊക്കെ വല്ലാത്ത കാരുണ്യം നമ്മൾ ചെയ്യണം. മരങ്ങളെ ഒന്നും വെറുതെ മുറിക്കാൻ പാടില്ല. ഉപകാരമുള്ള മരം മുറിക്കല് കുറ്റമാ. ഉപകാരമുള്ള വൃക്ഷങ്ങൾ മുറിച്ചാൽ തലകീഴായി നരകത്തിൽ വീഴുമെന്ന് ഖാല റസൂലുള്ളാഹി. ചെടികൾ നിന്റെ വീടിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്നിട്ടൊരു കത്രിക കൊണ്ടുവന്നിട്ട് ഈ ചെടിയുടെ തല മുറിച്ചിട്ട് ഇംഗ്ലീഷിൽ നിന്റെ വീട്ടിന്റെ ഇനീഷ്യൽ എഴുതുന്നു, നിന്റെ കുടുംബത്തിന്റെ ഇനീഷ്യൽ എഴുതുന്നു, അല്ലെങ്കിൽ നിന്റെ രാഷ്ട്രീയ പേരുകൾ എഴുതുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെട്ടിയിട്ട് ചെടികളുടെ തലയും അതിന്റെ കഴുത്തും അതിന്റെ കൈയും വെട്ടിയിട്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതുന്ന മനുഷ്യ, നിന്റെ കൈ ചെയ്യുന്നത് വലിയ പാതകമാണ് കേട്ടോ. നിന്റെ മക്കളെ ഇങ്ങനെ കൊടുന്ന് നിർത്തിയിട്ട് കയ്യും കാലൊക്കെ മുറിച്ചിട്ട് ഒരു ഇംഗ്ലീഷ് രീതിയിലാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ചെയ്യരുതേ, തമാശക്കളിയല്ല. കൃപ വേണം ജീവികളോട്. കൂട്ടുകാരനുമായി സംസാരിച്ചു നിൽക്കുന്നു, അപ്പുറത്തൊരു ചെടിയുണ്ട്. ഇവരെ സംസാരം കഴിയുമ്പോഴേക്കും ആ ചെടിയുടെ ഇലകൾ എത്രയാണ് ഇവൻ പൊട്ടിക്കുന്നത്. അതാ ആ ചെടിയുടെ ശാപം നിനക്ക് തട്ടാൻ വഴിയാണ്. നീയും ഇവനുമായി സംസാരിക്കുമ്പോൾ എന്തിനാണ് നിന്റെ അരികിലുള്ള ചെടിയെ നീ പൊട്ടിക്കേണ്ട ആവശ്യം? അത് അവിടെ നിന്നുകൊള്ളട്ടെ. നിന്റെ ആവശ്യം നീ പറയണം. നിനക്ക് ഭക്ഷിക്കാനാണോ, നിന്റെ പല്ല് കുത്താനാണോ എങ്കിൽ എടുത്തോ. അല്ലാതെ വെറുതെ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ആവശ്യം എന്താണ്? നിന്റെ മൃഗത്തിന് കൊടുക്കാനാണെങ്കിൽ മുറിച്ചെടുത്തോ. നാം ചിന്തിക്കണം, വല്ലാത്ത റഹ്മത്തിന്റെ ഉടമകളാവണം നമ്മൾ. നബിയുനാ റസൂലുള്ളാഹി അങ്ങനെയായിരുന്നു. അടുത്ത് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യൂല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ തീയിട. റോട്ടിലിറങ്ങിയാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട് തീയിട. നമ്മൾ ചിന്തിക്കണം, ഈ തീ കൊണ്ടുള്ള ശിക്ഷ ആരെയാണ് ഇനി ശിക്ഷിക്കുന്നത്? പച്ച മരങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് കത്തുന്നു. നിന്നെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് അവിടെ തീയിട്ടാലത്തൊരു പ്രയാസമാണ്. വല്ലതും നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്ന പോലെ അള്ളാഹു പറഞ്ഞു, വന്നജ്മു വശജറു യസ്ജുദാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വന്നജ്മു വള്ളിച്ചെടിയും വശജറു തണ്ട് ചെടിയും യസ്ജുദാൻ, അത് നിങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് നിങ്ങൾ മറക്കല്ലേ. അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുപോയി അതിനെ അവിടെ തളച്ചു നിർത്തിയത് നിങ്ങൾ മറക്കരുതേ. അതുകൊണ്ട് മനുഷ്യരെ, ജിന്നുകളെ, റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങളെ നിഷേധിക്കാൻ കഴിയുമോ? എന്റെ പറമ്പിലുള്ളതായ തെങ്ങുകൾ, ആ നേരം വെളുക്കുമ്പോ ആ തെങ്ങുകളൊക്കെ അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അടുത്ത പറമ്പുകാരന്റെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ ഏതോ ഭാഗത്തേക്ക് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിനെ അള്ളാഹു ഭൂമിയിൽ തളച്ച് നിന്റെ പറമ്പിൽ നീ വെച്ച മരത്തെ അവിടെ തന്നെ നിർത്തിയത് റബ്ബിൻ്റെതായ കഴിവാണ്. അങ്ങനെയല്ലാത്ത കോഴിയെ പോലെയാണ് ഈ മരങ്ങളൊക്കെ എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കോഴിയെ പോലെയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകമായ വലയങ്ങൾ സൃഷ്ടിച്ച് ഓരോന്നിന്റെ മുമ്പിൽ ഇരുമ്പിന്റെ വല വെക്കേണ്ടി വരും, ഇരുമ്പിന്റെ ഗേറ്റ് വെക്കേണ്ടി വരും ഓരോ തെങ്ങിനും. എന്നാ തന്നെ ഈ തെങ്ങ് കിട്ട് വന്ന ആ ഇരുമ്പെക്കാണ്ട് തളർത്തിട്ടിട്ട് പോകാൻ കഴിയും. പക്ഷേ റബ്ബ് ഇതിനെ തളച്ചു വെച്ചിരിക്കുന്നു. അത് മറക്കാൻ പാടില്ല. ഒരു തെങ്ങിന്റെ ചുവട്ടിൽ തീയിടുന്നവരെ ആ തെങ്ങിന്റെ അടി അതാ വല്ലാതെ പൊള്ളിപ്പോകുന്നു. ആ പൊള്ളൽ അനുഭവിക്കാതെ നീയും ഈ ലോകത്തോട് പിരിയില്ല. മാനസികമായെങ്കിലും നീ തളരേണ്ടി വരും. മരങ്ങളുടെ ചുവട്ടിൽ തീയിടല്ല, അത് ചെയ്യല്ല. തീ ചൂടുള്ള സാധനമാണ്. മാത്രമല്ല
ഒരു വലിയ ഇടവഴിയിൽ അതാ റോഡിന്റെ അരികിലുള്ള അരിച്ചാലുകളിലൊക്കെ കാണാം ചിലര് തീയിട്ടിട്ടുണ്ടാകും. ആ തീ അങ്ങനെ പടർന്നു പോകുന്നു. അതിലെത്ര ജീവികളാണ് ചത്തുപോകുന്നത്, എത്ര പച്ചളിപ്പുള്ള മരങ്ങളാണ് ഉണങ്ങിപ്പോകുന്നത്. ആ ശാപം മുഴുവനും ആരാണോ അതിന് തീ കൊടുത്തത് അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ്. വല്ലാത്ത മോശമാണ് ചെയ്യുന്നത്. അതാ മരങ്ങളുടെ ഇലകളിലേക്ക് തീന്റെ പാളികൾ ചെന്നിട്ട്, തീന്റെ നാളങ്ങൾ ചെന്നിട്ട് ഇലകളിതാ കിടന്നിങ്ങനെ അതാ വേദനിച്ച് വിഷമിക്കുന്നു. കുറെ കഴിയുമ്പോൾ ആ ഇലകൾ വാടുന്നു. വേദനയല്ലേ, ഉണങ്ങിപ്പോയി. മരങ്ങളുടെ കൂട്ടത്തിൽ പോയി തീയിടുന്നവർ, അതിന്റെ മുരട്ട് തീയിടുന്നവർ, അതുപോലെ തന്നെ ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വേദികളിൽ തീയിടുന്നവർ സൂക്ഷിക്കണം. കാരുണ്യമല്ല. നബിതങ്ങൾ സ്വഹാബത്ത് പറയുന്നു, അതാ തേനീച്ചകൾ കൂടിയിരുന്നൊരു ഭാഗത്ത് ഞങ്ങൾ തീയിട്ട് കരിച്ചു. ആ വിവരം നബിതങ്ങൾ കണ്ടു. ചോദിച്ചു, ആരാണിത് കരിച്ചത്? അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, ആരാണ് കരിച്ചത്? റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് പറയുന്നു, ഞങ്ങൾ കരിച്ചതാണ്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി പറയുന്നു, ഇന്നഹു ലാ യംബഗി അൻ യുഅദ്ദിബ ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. തീ കൊണ്ട് കരിക്കാനുള്ള അവകാശം തീ പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. ഉമ്മമാരെ, തേങ്ങാമുറിയിലേക്ക് നെയ്യറമ്പ് വരുമ്പോൾ അടുപ്പിന്റെ മുകളിൽ കൊണ്ടുപോയി കൊട്ടി അതിനെ കരിച്ചു കളയുന്ന ഉമ്മമാരെ മുത്തുനബി തങ്ങൾ പറയുന്നത് ചെയ്യരുത്. ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. അല്ലാഹുവിന്റെ റസൂല് കാണിച്ച കാരുണ്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. ജന്തുക്കളോട്, സാധനങ്ങളോട്, ചെടികളോട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖിയാമത്ത് നാള് വരുന്നുണ്ട് എന്ന വിവരം കേട്ടാലും നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ നീ അത് ഭൂമിയിൽ വെക്കണം. നോക്കി നിങ്ങൾ, ചെടിയുണ്ടെങ്കിൽ നീ അത് ഭൂമിയിൽ വെക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന, ഒരു ചെടി വെച്ചാൽ ആ ചെടിയുടെ പഴങ്ങളും ആ ചെടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആരെങ്കിലും എടുത്തു പോയാൽ, കള്ളൻ തിന്നുപോയാൽ, അതാ പെരിച്ചായി പൂളക്കേങ്ങെടുത്തു കൊണ്ടുപോയാൽ മുത്തുനബി തങ്ങൾ പറയുന്നു, ആ പൂള കുത്തിയവനിക്ക് കൂലിയാണ്. കള്ളം കട്ടുകൊണ്ടുപോയാൽ ആ മരം വെച്ചവനിക്ക് കൂലിയാണ്. അതാ പക്ഷികൾ തിന്നുപോയാൽ അത് അതാ മരം ആരാണോ നട്ടത് അവർക്ക് കൂലിയാണ്. മരങ്ങളോട് സ്നേഹമുള്ള നബിതങ്ങൾ, ജീവികളോട് സ്നേഹമുള്ള നബിതങ്ങൾ, നമ്മൾ ഇതൊക്കെ ഉൾക്കൊള്ളണം. നബിതങ്ങൾ വലിയ റഹീമായിരുന്നു എന്ന് പറഞ്ഞു നിർത്തരുത്. നമ്മളും ഇങ്ങനെ ആയിരിക്കണം. കാരുണ്യം വേണം. ഉമ്മയോട് കാരുണ്യം വേണം, ഉപ്പയോട് കാരുണ്യം വേണം, മക്കളോട് കാരുണ്യം വേണം, എല്ലാവരോടും കാരുണ്യം വേണം. കാരുണ്യമുള്ളവരോട് അല്ലാഹു തആല കാരുണ്യം ചെയ്യുന്നതാണ്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. കാരുണ്യം പാടെ എടുത്തുപോയ കാലമാണിത്. വല്ലാതെ എടുത്തുപോയ കാലമാണിത്. ഉമ്മയെ നമ്മൾ മറന്നുപോയി. ഉപ്പയോട് മിണ്ടാത്ത എത്ര ആളുകൾ, ഉമ്മയോട് മിണ്ടാത്ത എത്ര ആളുകൾ. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, പല ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ആരാണ് ഉമ്മ? പ്രത്യേകം മനസ്സിലാക്കണം. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവള് തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. 10 മാസം നിന്നെ ഗർഭം ചുമന്ന് നടന്ന ഉമ്മ ചെറിയ വിഷയമാണോ? അല്ല നിന്നെ പടച്ചു, ആ ഉമ്മയുടെ വയറ്റിലാണ് പടച്ചത്. ഒരു ചെറിയ സാധനം കയ്യിൽ പിടിച്ചാൽ തന്നെ ഒരു ദിവസം രാവിലെ കയ്യിൽ ഒരു കല്ലിന്റെ കഷ്ണമെടുത്ത് പിടിക്കുക, വൈകുന്നേരമാകുമ്പോഴേക്കും വിടാതിരുന്നാൽ പ്രയാസമല്ലേ? എന്നാൽ ജീവനുള്ള കൈകാലുകളുള്ള നീ ആ വയറ്റിനകത്ത് കയറി രാപ്പകലില്ലാതെ ഉമ്മയെ നമ്മൾ ശല്യം ചെയ്തിട്ടുണ്ട്. ആ ഉമ്മയെ മറക്കരുതേ. കട്ടപ്പെട്ട് അല്ലാഹുവാണ് പറയുന്നത്. ആ ഉമ്മയുടെ ക്ഷീണമാണ് റബ്ബ് പറഞ്ഞത്. ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായി നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണ് കേട്ടോ റബ്ബാണ് പറയുന്നത്. വല്ലാതെ ക്ഷീണിച്ച് 10 മാസം കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ചു. പ്രസവ വേദന, പ്രസവത്തിൽ ഒരു പെണ്ണ് മരിച്ചാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അവൾക്ക് ഷഹീദിന്റെ കൂലിയാണ്. ഖാല റസൂലുള്ളാഹി
എന്റെ വിപത്തിന്റെ വിഷമത്തിന്റെ ആഴത്തിനനുസരിച്ചാണ് കൂലി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ഉമ്മമാരുടെ പ്രസവം അത് വലിയ അമലാണ്. നമ്മൾ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലിയൊന്നുമല്ല ഒരു പ്രസവത്തിനൊരു ഉമ്മാക്കുള്ളത്. 40 ദിവസം 60 ദിവസം നിസ്കരിക്കാതെ കിടക്കുന്ന നമ്മുടെ ഉമ്മമാര്, അതാ നിഫാസിന്റെ പേരിൽ പ്രസവരക്തത്തിന്റെ പേരിൽ കിടക്കുന്ന ഉമ്മമാർ, നിങ്ങൾ വേദനിക്കരുത്. നിങ്ങളുടെ ഒരു പ്രസവത്തിന്റെ കൂലി ഞങ്ങൾക്ക് കിട്ടുകയില്ല. അത് വലിയ പവറുള്ള കൂലിയാണ്. ഗർഭം ചുമന്നതിനും പവറാണ്, കുട്ടികളെ പോറ്റിയതും പവറാണ്, കുട്ടികളുടെ കരച്ചിലിന് തസ്ബീഹിന്റെ കൂലിയാണ്, സ്വലാത്തിന്റെ കൂലിയാണ്. ആർക്കാണ് ആ കൂലി കൊടുക്കുന്നത്? ആ കുട്ടിക്ക് ജന്മം നൽകിയ ഉമ്മയുടെ ഏടിൽ കുട്ടികൾ തൊട്ടിലിൽ നിന്ന് കരയുമ്പോൾ സ്വലാത്തിന്റെയും ദിക്റിന്റെയും കൂലി കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഉമ്മമാരെ, പ്രസവം നിങ്ങളെ നിർത്തരുത്. നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ആഖിറത്തിനുമാണ് നിങ്ങളുടെ പ്രസവം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. നമ്മുടെ ഉമ്മമാർ, നമ്മെ കട്ടപ്പെട്ട് പ്രസവിച്ച് പോറ്റിയ ഉമ്മമാർ പ്രസവത്തോടു കൂടെ കഴിഞ്ഞോ ഇല്ല. അവിടെ മുതൽ അതാ അവർക്കുള്ള നെഞ്ചും മെത്തയായി വിരിച്ചിട്ടതാ. നീ എത്ര നാളാതിൽ കിടന്ന് സുഖിച്ചതാ. നെഞ്ചിലേക്ക് കയറി കിടന്നിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ പതിരാവിൽ തൊട്ടിലിൽ നിന്ന് കുഞ്ഞുങ്ങളെടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, നമ്മുടെ ഭാര്യമാര്. അല്ലാഹു അവർക്കൊക്കെ വലിയ കൂലി കൊടുക്കട്ടെ. ഇത് കണ്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ ഉമ്മ എത്ര കട്ടപ്പെട്ട് കാണും. രാത്രിയിൽ അതാ പനി പിടിച്ചാൽ നമ്മൾ കരയുന്നു. വീട്ടിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ കടമയില്ല, ഉമ്മക്കാണ് ആ ഡ്യൂട്ടിയുള്ളത്. ഈ ജോലിന്റെ തിരക്കിൽ ആ തൊട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളായ നമ്മെ എടുത്ത് അതാ താരാട്ടുപാടി സുബഹി വരെ കരഞ്ഞ് നമ്മുടെ കരച്ചിലതാ ആ മുല തന്നുകൊണ്ട് നമ്മെ താരാട്ടുപാടിക്കൊണ്ട് നടന്ന ഉമ്മമാർ, അവരുടെ ശരീരത്തിലെ ആരോഗ്യം നഷ്ടപ്പെട്ടു. അവരെ തൊലികളൊക്കെ അവരെ ശരീരത്തിലൊട്ടിയപ്പോൾ അവരെ മറന്ന മക്കളെ, ഇതിന്റെ ശിക്ഷ അത് ദുനിയാവുന്നു മാത്രം, അത് ആഖിറത്തിൽ മാത്രമല്ല, അത് ദുനിയാവിലും നീ അനുഭവിക്കേണ്ടി വരും കേട്ടോ. നിനക്കെന്റെ മകളെ കല്യാണം ചെയ്തു തന്നു എന്ന് അമ്മോശന് പറഞ്ഞു. ഞാൻ അവളെ നിക്കാഹ് സ്വീകരിച്ചു എന്നും പറയുമ്പോൾ അതാ നമ്മുടെ ഉത്തരവാദിത്വത്തിലേക്ക് നമുക്ക് അനുവാദത്തോടുകൂടെ ശരീരം അനുവദിക്കലോടുകൂടെ കടന്നു വരുന്ന പെണ്ണാണ് നമ്മുടെ ഭാര്യ. ഒരു വാക്ക് കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് കടന്നു വന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ അവൾ നമ്മോട് പിരിഞ്ഞു പോവുകയും ചെയ്യും. എത്ര മക്കളുള്ളവളാണെങ്കിലും ഒരു വാക്കങ്ങ് പറഞ്ഞാൽ അവള് നമ്മോട് പിരിഞ്ഞു. പിന്നെ അവളെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല. അന്യ പെണ്ണിന്റെ വിധിയാണ്. മാത്രമല്ല, അന്യ പെണ്ണിനേക്കാൾ 3 പ്രാവശ്യം തലാഖ് ചൊല്ലപ്പെട്ടാൽ ഒരു പെണ്ണിനെ കല്യാണം ചെയ്യാൻ പറ്റുമെങ്കിലും അവളെ പിന്നെ കല്യാണം ചെയ്യാൻ പറ്റില്ല. അത്രയും അകൽച്ച ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ഭാര്യമാർ ഈ പെണ്ണിന് വേണ്ടി അവളുടെ ഇന്നിതത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഉമ്മമാരെ വെറുക്കുന്ന ചെറുപ്പക്കാരെ, ഉമ്മമാരെ വേദനിപ്പിച്ച ചെറുപ്പക്കാരെ റബ്ബ് വെറുതെ വിടുകയില്ല. നിന്റെ സമ്പത്ത് അടിയുന്ന ഒരു ടൈമുണ്ട് കേട്ടോ. നിന്റെ നെഞ്ചിലേക്ക് നിന്റെ മക്കള് അതാ കുതിച്ചു കയറുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഈ ദുനിയാവിൽ നീ അത് അനുഭവിക്കാതെ മരിക്കുകയില്ല. ഉമ്മമാരോടുള്ള ഉപ്പമാരോടുള്ള കടമ നിർവഹിക്കാതിരുന്നാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് ആഖിറത്തിന് മാത്രമല്ല, ദുനിയാവിൽ തന്നെ അനുഭവിക്കുന്നതാണ്. നിന്റെ അരികിൽ നിന്ന് മാതാപിതാക്കൾക്ക് പ്രായമായാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, അവരോട് ചേന്ന് പോലും പറയരുതേ, മുഖം ചുളിച്ച് പെരുമാറരുതേ. ഉമ്മയോട് മുഖം ചുളിച്ച് പെരുമാറരുത്, ഉപ്പയോട് മുഖം ചുളിച്ച് പെരുമാറരുത്. എന്തിനാണ് റബ്ബ് പറഞ്ഞത്? നാം മുഖം ചുളിക്കേണ്ട വാക്കുകൾ ഉമ്മന്റെ കയ്യിൽ നിന്നും ഉണ്ടാകും, ഉപ്പന്റെ കയ്യിൽ നിന്നും ഉണ്ടാകും. പക്ഷേ അങ്ങോട്ട് മുഖം ചുളിക്കാൻ നമുക്ക് അവകാശമില്ല. ഇങ്ങോട്ട് ഉമ്മ ശകാരിച്ചേക്കാം, ചീത്ത പറഞ്ഞേക്കാം. കാരണം അവർ ഉമ്മയും ഉപ്പയും അതിന് അവകാശപ്പെട്ടവരാണ്. അവരല്ലാതെ പിന്നെ നമ്മ ആരാണ് ചൂടാകാനുള്ളത്? നമ്മളെ ഭാര്യമാർക്ക് നമ്മ നേരെ തിരിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഉമ്മക്ക് അവർ 100 അവകാശമുണ്ട്, ഉപ്പക്ക് 100 അവകാശമുണ്ട്. എപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണോ, നമ്മൾ ഏത് പ്രായക്കാരായിരുന്നാലും ഏത് പണ്ഡിതനായിരുന്നാലും ഉമ്മയാണോ ഉപ്പയാണോ അവർക്ക്
ഇവരോട് ശകാരിക്കാനും ചീത്ത പറയാനുമുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശം അവര് നിർവഹിക്കുമ്പോൾ അതിന്റെ നേരെ ഒരിക്കലും ചേ പറയാൻ പാടില്ല, അതിന്റെ നേരെ ഒരിക്കലും മുഖം ചുളിക്കാൻ പാടില്ല. അല്ലാഹു പറയുന്നു വലാ തൻഹർഹുമാ, അവരോട് നീ കയർക്കുന്ന വാക്ക് പറയരുത്. എടി പോയിട്ട് പോ എന്ന് പോലും പറയാൻ പാടില്ല. ആരെങ്കിലും പറഞ്ഞവരുണ്ടെങ്കിൽ ഉമ്മമാരെ കാല് പിടിച്ച് പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ ആ ഖബറിന്റെ മുകളിൽ ചെന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല. അതാ നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി ഉമ്മമാരെ വെറുപ്പിക്കുന്നവർ, അതാ അവരുടെ ആക്കുപത്ത് വരെ കേടുവരുന്നതാണ്, അവരുടെ സാമ്പത്തികമായി അവര് തകരുന്നതാണ്. അല്ലാഹു പറയുന്നു പ്രായമായാൽ അവരെ കയ്യിൽ നിന്ന് പോയിന്റ് ഇല്ലാത്ത വാക്കുകൾ പറയും. അവർക്ക് നിന്നെ പറ്റി പല ഡൗട്ടും ഉണ്ടായിരിക്കും. കല്യാണം ചെയ്താൽ പിന്നീട് ഉമ്മമാർക്ക് ഒരു പക്ഷേ പല ഡൗട്ടുകൾ ഉണ്ടാകും. ആ പേരിൽ ഉമ്മയൊന്നും നമ്മൾ പറയരുത്. ഞാനാണ് ഉമ്മ എങ്കിൽ ഞാൻ എന്തായിരിക്കും എന്റെ മക്കളോട് ഈ ടൈമിൽ പറയുക? ഈ രൂപത്തിൽ മനസ്സുകൊണ്ട് കണക്കൂട്ടിയായിരിക്കണം നമ്മുടെ ഉമ്മയെയും ഉപ്പയും നമ്മൾ ഉൾക്കൊള്ളുന്നത്. സഹോദരന്മാരെ, വല്ലാത്ത കടമയാണ് ഉമ്മയോടും ഉപ്പയോടുമുള്ളത്. അവർക്ക് ഒരാൾ ഗുണം ചെയ്താൽ അവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകുന്നതാണ്. ദീർഘായുസ് മാത്രമല്ല, അവർക്ക് അള്ളാഹു തആല ഇവനക്ക് തിരിച്ചു നൽകാൻ, തിരിച്ചു ഗുണങ്ങൾ ചെയ്യാൻ മക്കളെയും കൊടുക്കുന്നതാണ്. ആ മക്കൾ ഇവന് ഗുണം ചെയ്യുന്നതാണ്. സ്നേഹത്തിന് ഉമ്മയ്ക്ക് ചുംബനങ്ങൾ കൊടുക്കണം, ഉമ്മാനോട് ദുആ ചെയ്യാൻ പറയണം, ഉമ്മാനെ ആലിംഗനം ചെയ്യണം. ഇതൊന്നും നമ്മൾ മറക്കരുത് കേട്ടോ. മരിച്ച് ഖബറിൽ പോയ ശേഷം പിന്നെ ചിന്തിക്കാനുള്ളതല്ല ഇത് ജീവിതകാലത്ത് ചെയ്യേണ്ടതാണ്. ഇത് നീ ചെയ്യാതിരുന്നാൽ നിന്റെ മക്കളും ഇതുപോലെ തന്നെ ആകുന്നതാണ്. നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽപക്കത്തൊക്കെ അതിന്റെ എത്രയോ ചിത്രങ്ങൾ കഴിഞ്ഞു പോയതാണ്. സൂക്ഷിക്കണം. ഇനി ദുനിയാവിന്റെ വിഷമങ്ങളിൽ പെട്ടാൽ തന്നെ ആഖിറത്തിൽ എത്തുമ്പോ വലിയ ശിക്ഷയാണ് കേട്ടോ. ഉമ്മമാരെ പൊരുത്തമില്ലാത്തവർക്ക്, ഉപ്പമാരെ പൊരുത്തമില്ലാത്തവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ സാധ്യമല്ല. നൊന്ത് പ്രസവിച്ച ഉമ്മ, മുലയൂട്ടി പോറ്റിയ ഉമ്മ, 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് വരെ ഡ്രസ് അലക്കി കൊടുത്ത ഉമ്മ, അതാ എല്ലാം ചെയ്തു കൊടുത്ത് സ്കൂളിലേക്കും മദ്രസയിലേക്കും അയച്ച ഉമ്മ, ഇവൻ പിന്നീട് ഒരു ചെറുപ്പക്കാരനായി, പിന്നീട് ഇവൻ എവിടൊക്കെ പോയി അത്യാവശ്യം പണക്കാരനാകുമ്പോ ചെറുചെറുക്കുള്ള ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ട് ഈ പെണ്ണിനെ വേണ്ടി ഉമ്മയെ എതിർത്തതായ മക്കളെ, ഉമ്മയോട് വെറുപ്പ് വെച്ച മക്കളെ, ആ ഉമ്മയോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ആ പെണ്ണിൻ ആ ഭർത്താവിന്റെ കാതിൽ പെറ്റ തള്ളയുടെ പെറ്റ തള്ളയെ സംബന്ധിച്ച്, ഭർത്താവിന്റെ കാതിൽ പെറ്റ തള്ളയെ സംബന്ധിച്ച് അഥവാ അമ്മായിമ്മയെ സംബന്ധിച്ച് വേണ്ടാത്തത് പറഞ്ഞ പെണ്ണ്, റബ്ബ് നിന്നെ വെറുതെ വിടുകയില്ല. പെറ്റ തള്ളയാണ്, തള്ളയാകാൻ പോവുകയാണ്. അതാ ഒരു മരുമകളെ റബ്ബ് തആല നിന്റെ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് നിന്റെ മകന്റെ ചെവിയിലും അവൾ ഊതി കൊടുക്കും. ആ ഊതിയത് അവൻ സ്വീകരിച്ച് അവസാനം നിന്റെ നെഞ്ചിലടിയും കേട്ടോ. ഇനി അങ്ങനെ ഒരു സംഭവം ദുനിയാവുന്നില്ലെങ്കിൽ തന്നെ മരിക്കുമ്പോൾ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല പെണ്ണേ. നിന്റെ ഭർത്താവിന് ജന്മം നൽകിയ ഉമ്മ, ആ ഉമ്മയോടൊരു ചെറിയ വെറുപ്പിന് കാരണം നിന്റെ നാവാണെങ്കിൽ പെണ്ണേ, നിന്റെ ആഖിറമാണ് നീ നഷ്ടപ്പെടുത്തിയത്. നിന്റെ നിസ്കാരത്തിന് സ്ഥാനമില്ല, നിന്റെ നോമ്പിന് സ്ഥാനമില്ല, നിന്റെ അമലുകൾക്ക് സ്ഥാനമില്ല. നീ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. മരുമക്കളെ, നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കേണ്ടവരാണ്. ഭർത്താവിന്റെ കയ്യിൽ ഉമ്മയോട് വല്ലാതെ ബഹുവോടും വരുമ്പോൾ അരുത്, നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ ഉമ്മയാണ്, എന്നോട് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾക്ക് അതിന് അവകാശമില്ല എന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് ആ ഭർത്താവിനെ സ്വാധീനിച്ചിട്ട് ആ ഉമ്മയോട് അകറ്റിയ പെണ്ണേ, നിനക്ക് ഖബറിൽ കിടക്കണം കേട്ടോ, നിനക്ക് ഇവിടെ ജീവിക്കണം കേട്ടോ, നിനക്ക് ആഖിറത്തിൽ പോകണം കേട്ടോ. വല്ലാത്ത കടമയാണ് എന്നത് നീ മറക്കരുത്. ആൺകുട്ടികളെ, ചെറുപ്പക്കാരെ, അവരുടെ ഭാര്യമാരായി ജീവിക്കുന്നവരെ, റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട്. പരിഹാരമില്ലാത്ത തൗബ ചെയ്ത് കണ്ണീരൊലിപ്പിച്ചിട്ട് പരിഹാരമില്ലാത്ത കുറ്റങ്ങളാണ് കേട്ടോ. ഉമ്മയോട് അകലുന്ന ഒരു വാക്ക് ഒരു പെണ്ണിനിക്കൊരു മരുമകൾക്ക് ഭർത്താവിന്റെ ചെവിയിൽ പറയാൻ അവകാശമില്ല. ഉമ്മയുടെ
ഉമ്മ ആരാണ്? ഒരു ഉമ്മ ഒരു ഉപ്പ മകനെയോ മകളെയോ കൊന്നുകളഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ശിക്ഷ എടുത്താലും ഇസ്ലാം മത ശിക്ഷയിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ചെറിയതായിരുന്നാലും വലിയതായിരുന്നാലും മനുഷ്യജീവനെ കൊന്നാൽ തിരിച്ചു കൊല്ലുമെന്നാണ്. എന്നാൽ ഉമ്മയും ഉപ്പയും മക്കളെ കൊന്നാൽ ഇസ്ലാമിൽ തിരിച്ചു കൊലയില്ല. ഇസ്ലാം രാഷ്ട്രത്തിൽ തിരിച്ചു കൊലയില്ല. ചെയ്തത് വൻകുറ്റമാണെങ്കിലും തിരിച്ചു കൊല്ലുന്ന വട്ടമില്ല. എന്നാൽ ഉമ്മയെയോ ഉപ്പയെയോ ഒരു മകനോ മകളോ കൊന്നാൽ നഊദു ബില്ലാഹ് ആ മക്കളെ തിരിച്ചു കൊല്ലുന്നതാണെന്ന് മാത്രമല്ല, ആ ഉമ്മയുടെ സ്വത്തിന് അവൻ അവകാശിയല്ല, ഉപ്പയുടെ സ്വത്തിന് അവൻ അവകാശിയല്ല. വാപ്പയെ കൊന്നിട്ട് സ്വത്തെടുക്കാമെന്ന് ചിന്തിച്ചവർക്ക് വാപ്പയെ കൊന്ന പേരിൽ സ്വത്തില്ല. 5 ചില്ലിക്കാശ് ബാപ്പന്റെ സ്വത്ത് അവന് കൊടുക്കാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഉമ്മയെ കൊന്നവന്റെ സ്വത്ത്, ഉമ്മയെ കൊന്നാൽ ഉമ്മയുടെ സ്വത്തിൽ നിന്ന് 5 ചില്ലിക്കാശ് ഇസ്ലാമിന്റെ നിയമത്തിൽ അവൻ അർഹതയില്ല. ഉമ്മ മരിച്ചു പോയാൽ ഉപ്പക്കൊരു ഭാര്യ വേണമെന്ന് ചിന്തിക്കേണ്ടത് അവരുടെ മക്കളാണ്. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. എന്താണ് ഇന്നത്തെ അവസ്ഥ? ഉമ്മ മരിച്ചാൽ പിന്നെ ഉപ്പ വേറെ കല്യാണം ചെയ്യാൻ പാടില്ല എന്നാണ് പെൺകുട്ടികളുടെ ആഗ്രഹം. വല്ലാത്ത പെണ്ണേ, നിന്റെ ധിക്കാര മനസ്സിനെ നിർത്തുക. പല പെണ്ണുങ്ങൾക്കും ഞങ്ങളുടെ വാപ്പഞ്ഞ് പെണ്ണ് കെട്ടരുതെന്ന ചിന്തയാണ്. ധിക്കാര മനസ്സാണത് കെട്ടവൻ. വിശുദ്ധ ദീനിന്റെ നിയമം എന്താണ്? ഒരാളുടെ ഭാര്യ മരിച്ചാൽ അവനക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ അവനക്ക് വേറെ കല്യാണം ചെയ്തു കൊടുക്കേണ്ടതാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ബാബു പിതാവിനിക്ക് കല്യാണം ചെയ്തു കൊടുക്കുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ട് അധ്യായം തന്നെയുണ്ട്. അഥവാ എന്റെ ഉപ്പക്ക് ഭാര്യയില്ലെങ്കിൽ, ഞാൻ സാമ്പത്തികമായി അല്പമുള്ളവനാണെങ്കിൽ ഞാൻ മഹർ കൊടുത്ത്, ഞാൻ ചെലവ് കൊടുത്തിട്ട് ഉപ്പക്ക് കല്യാണം ഉണ്ടാക്കൽ എന്റെ മേൽ കടമയാണ്. എന്നാൽ മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കൽ ബാപ്പമാർക്ക് കടമയില്ല, ഇസ്ലാമിൽ നിർബന്ധമില്ല. പെൺകുട്ടികളെ കല്യാണം ചെയ്താക്കൽ നിർബന്ധമില്ല. എന്ന വാക്ക് പറയലേ ഉപ്പക്ക് നിർബന്ധമുള്ളൂ. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കൽ നിർബന്ധമില്ല, പണ്ടം കൊടുത്ത് കെട്ടിക്കൽ നിർബന്ധമില്ല. ആൺകുട്ടികൾക്ക് അതാ പെൺകെട്ടിക്കൽ ഉപ്പമാരുടെ മേൽ കടമയില്ല. ഒരു ഇസ്ലാമിന്റെ രംഗത്തില്ലെങ്കിൽ ഉപ്പമാർക്ക് കല്യാണം ചെയ്തു കൊടുക്കൽ മക്കളുടെ കടമയാണെന്ന് കർക്കശമായി പറയുന്ന ദീനാണ് കേട്ടോ. ഉമ്മ മരിച്ചാൽ പിന്നെ കല്യാണം ഉപ്പ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന മക്കളെ, ഉപ്പ ചെയ്താൽ അതിന് നേരെ തിരിയുന്ന മക്കളെ, ഉപ്പയുടെ ഭാര്യയെ അതാ മറ്റൊരു പെണ്ണായി കണ്ട് എളാമെന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്ന മക്കളെ റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. എന്റെ പരിചയത്തിൽ ഒരു കുടുംബത്തിൽ അതാ ഉയർന്ന വ്യക്തിയാണ്, വലിയ പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. അദ്ദേഹത്തിന് കുറെ ആൺകുട്ടികളുണ്ട്. ഞാനൊരു കഥ പറയുകയല്ല, ഉണ്ടായതാണ് മലപ്പുറം ജില്ലയിൽ. ആ സഹോദരന്മാരെന്ത് ചെയ്തു? ആ ഉപ്പക്ക് അതാ ഭാര്യയില്ല, ആ ഉപ്പ അതാ ത്രാണിത്വമുള്ളവനാണ്. അദ്ദേഹം ഒരു കല്യാണം ചെയ്തു, മക്കൾക്ക് താല്പര്യമില്ല. എനിക്കറിയാം എത്രയോ സംഭവങ്ങൾ. കല്യാണം നടക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും എന്റെ പരിചയത്തിൽ ഒരു ഉപ്പക്ക് കല്യാണം ചെയ്യാൻ ആ ഉപ്പയുടെ മകനോട് ഞാൻ പറഞ്ഞു കല്യാണം ഉണ്ടാക്കണം. ആ മകൻ എന്നോട് പറഞ്ഞു താല്പര്യമുണ്ട് ഉസ്താദേ, പക്ഷേ പലർക്കും വെറുപ്പാണ്, എന്റെ പെങ്ങന്മാർക്കൊക്കെ എതിരാണ്. എന്താണ് പെണ്ണെ നീ മനസ്സിലാക്കി വെച്ചത്? എന്ത് വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി വരുമ്പോൾ ഞങ്ങൾക്ക് സ്വസ്ഥമായി അവിടെ കിടന്നുറങ്ങാൻ കഴിയില്ല, ഇതാണൊരു ചിന്ത. അതുപോലെ തന്നെ ഉപ്പ മരിച്ചാൽ സ്വത്തിൽ നിന്നൊരു വീതം ആ പെണ്ണിന് പോകും, ഇതാണ് മറ്റൊരു ചിന്ത. ഈ 2 ചിന്തക്കും നിനക്ക് അവകാശമില്ല. ഒരിക്കലും അതിന്റെ പേരിൽ അതാ ഉപ്പയുടെ കല്യാണത്തോട് വെറുപ്പ് കാട്ടാൻ പാടില്ല. നിനക്ക് കിടന്നുറങ്ങാൻ അതാ നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ മേലുള്ള കടമ വെച്ചിരിക്കുന്നു. അത് നീ മറക്കരുത്. റബ്ബിന്റെ നിയമങ്ങൾക്കെതിരിൽ പരസ്യമായി സംസാരിച്ചാൽ ആഖിറം നഷ്ടപ്പെടും കേട്ടോ. ആ ചെറുപ്പക്കാരന്റെ ചെയ്തു, ഉപ്പ കല്യാണം ചെയ്തു. ഉപ്പക്കൊരു ചെറിയ അസുഖമുണ്ടായി. മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ അവര് സ്വാധീനിച്ചു. ഉപ്പക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധം പറഞ്ഞു. ആ ഓപ്പറേഷൻ ചെയ്തിട്ട് സന്താനോൽപാദനമുണ്ടാകുന്ന നരമ്പ് കട്ട് ചെയ്തു. ഇനി മക്കളുണ്ടാകരുതെന്ന നിലക്ക് കട്ട് ചെയ്തു.
സ്വത്തുകാരനായ ബാപ്പക്ക് ഇനി എളാമയിൽ മക്കളുണ്ടായാൽ ഈ സ്വത്തിനെ ആ മക്കൾ എടുക്കുമെന്ന് പേടിച്ചു. എടുക്കുന്ന നീ ഇവിടെ നിലനിൽക്കുമോ? ബാപ്പ ഇവിടെ നിലനിൽക്കുമോ? ആ സ്വത്ത് ഭാഗിച്ചെടുത്ത നീ ഇവിടെ നിലനിൽക്കുമോ? നീയും ആറടി മണ്ണിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട്. റബ്ബിനെ മറന്നുപോയി. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബിനെ നീ മറന്നുപോയി. ഉമ്മമാരോടുള്ള കടമ ചെറിയതല്ല, ഉപ്പമാരോടുള്ള കടമ ചെറിയതല്ല, ഉപ്പമാരുടെ ഭാര്യമാരോട് അഥവാ എളാമമാരോടുള്ള കടമ ചെറിയതല്ല. ഉപ്പാന്റെ ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, ഉപ്പായുടെ ഉപ്പ, ഉമ്മാന്റെ ഉപ്പ, ഇതുപോലുള്ള വലിയുപ്പമാരോട് ഉപ്പമാരോടുള്ള അതേ കടമയാണ്. വലിയുപ്പയോട് ഉപ്പയോടുള്ള കടമയാണ്. വലിയുമ്മയോട് ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമയാണ്. ഇസ്ലാമിൽ അങ്ങനെ എത്ര മുകളിലേക്ക് പോകുന്നോ ആ മുഴുവൻ കടമയും ഒരുപോലെയാണ്. അതൊന്നും ചെറിയതായി കാണരുത്. ഉമ്മന്റെ അരികിൽ ചെന്ന് ഉമ്മയെ സമാധാനിപ്പിക്കണം. വലിയുമ്മന്റെ അരികിൽ പോയി വലിയുമ്മന്റെ പൊരുത്തം വാങ്ങണം. അവരെ ഇടക്കിടക്ക് പോയി സന്ദർശിക്കണം. അവരുടെ പ്രാർത്ഥന നമ്മൾ ആവശ്യപ്പെടണം. നമ്മൾ കൊമ്പന്മാരായി നടക്കരുതേ. നമ്മുടെ ശരീരവും വലിഞ്ഞെട്ടുന്ന ഒരു കാലമുണ്ടെന്ന് ഓർക്കണേ. അതും കഴിഞ്ഞ് ഖബറിലേക്കും മറ്റു മഹ്ശറിലേക്കും പോകുന്ന ഒരു ഘട്ടമുണ്ടെന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. കാരുണ്യം പാടെ ഊരപ്പെട്ട കാലം. അതാ തന്റെ വീടിന്റെ കുടിയിരിക്കൽ വരെ വാപ്പയോട് പറയാത്ത മക്കൾ, വാപ്പയോട് ചോദിക്കാത്ത മക്കൾ, വല്ലാത്ത ദുഃഖം തന്നെ. അതോടുകൂടെ ശ്രദ്ധിക്കണം ഉമ്മമാരെ. നിങ്ങളുടെ മക്കളുടെ ഭാര്യമാര്, നിങ്ങളുടെ മരുമക്കളോട് നിങ്ങൾക്ക് വലിയ കടമയുണ്ട്. ഉമ്മമാരെ, നിങ്ങളുടെ നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ അവർ എന്തിനാണ് നിങ്ങളെ വീട്ടിലേക്ക് കയറി വന്നത്? ഏത് അടിസ്ഥാനത്തിലാണ്? നിങ്ങളെ കണ്ട് കയറി വന്നതാണോ? അല്ല, നിങ്ങളുടെ മക്കളെ കണ്ട് കയറി വന്നതാണ്. ആ പെണ്ണിന് ഈ വീട്ടിൽ ഏക അവലംബമേ ഉള്ളൂ, ഏക അത്താണിയേ ഉള്ളൂ. ഏതാണ് അത്? അവളുടെ ഭർത്താവാണ്. ആ ഭർത്താവ് ഒന്ന് സ്നേഹം കൊടുത്ത പേരിൽ നിങ്ങൾ എന്തിനാണ് ആ മരുമക്കളെ കട്ടപ്പെടുത്തുന്നത്? എന്തിനാണ് ആ മക്കളെ നിങ്ങൾ വിഷമിപ്പിക്കുന്നത്? മരുമകളെ കൂടെ ഒന്ന് യാത്ര ചെയ്തു, എന്തിനാണ് അവളുമായി നടക്കുന്നു? അവൾക്കൊരു മാക്സി എടുത്തു കൊടുത്തു, ഒരു പർദ്ദ എടുത്തു കൊടുത്തു, ഒരു വള വാങ്ങി കൊടുത്തു. എന്തിനാണ് ഉമ്മമാരെ നിങ്ങൾ അതിന്റെ നേരെ തിരിയുന്നത്? അതിന് നിങ്ങൾക്ക് അവകാശമില്ല. അത് അവന്റെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് ഇഷ്ടാനുസരണം സാധനം വാങ്ങി കൊടുക്കാൻ ഭർത്താക്കന്മാർക്ക് അനുവദനീയമാണ്. ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന മക്കളെ ഉപ്പയോടും ഉമ്മയോടും ചോദിക്കുന്നത് ഒരു അദബാണ്. അതാ ചോദിച്ചില്ലെങ്കിലും ഉമ്മമാരെ അവരെ നിങ്ങൾ ക്രൂശിക്കരുത്. ആ പേരിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത്. ഭാര്യന്റെ വീട്ടിലേക്ക് കാശയക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ യാതൊരു തകരാറുമില്ല. ഭാര്യയ്ക്ക് അതാ അവന്റെ വീട്ടിൽ അവളുടെ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. വൻ ഗൾഫിൽ പോയ ശേഷം പിന്നെ എന്നോട് ബന്ധമില്ല. ഉമ്മക്ക് കാശയക്കുന്നത് പോരാ, മരുമകൾക്ക് കാശ് കൊടുക്കരുതെന്ന ചിന്ത ഉണ്ടാകല്ല ഉമ്മ. നീ നിന്റെ ഭർത്താവാകുന്ന ഇവന്റെ ഉപ്പയുമായി എന്തൊക്കെ ബന്ധത്തിലായിരുന്നു, അതേ ബന്ധത്തിലാണ് നിന്റെ മകനും അവന്റെ ഭാര്യയും എന്ന് നീ ഓർക്കണം കേട്ടോ. നീ ഉമ്മയും അതാ നിന്റെ ഭർത്താവ് ഉപ്പയുമല്ലേ. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ സ്നേഹങ്ങളാണ് പങ്കിട്ടത്. ആ പങ്ക് നിങ്ങൾ മറക്കരുതേ. ഇതേ പങ്കിന്റെ മക്കളും കഴിയട്ടെ എന്ന ചിന്ത വേണം. എത്രയോ വീടുകളിൽ ഭാര്യമാരോട് കൂടെ ഒരു അന്തിയിറങ്ങാൻ സമ്മതം കൊടുക്കാത്ത ഉമ്മമാരുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ മുസീബത്താണിത്. ഒരിക്കലും തന്നെ പാടില്ല. ഉമ്മമാരെ, മരുമക്കള് നിങ്ങളെ അടുക്കള പൂക്കളല്ല. അവരെ നിങ്ങൾ ഇഷ്ടാനുസരണം ചീത്ത പറയാൻ പറ്റില്ല. സബ്ബ് എന്ന് പറയുന്നത് വൻകുറ്റമാണ്. അതും നിന്റെ ആൺകുട്ടികളുടെ ഭാര്യമാരെ പറഞ്ഞാൽ അത് കുടുംബത്തിലുള്ള ബന്ധുക്കളെ പറഞ്ഞ കുറ്റമാണ്. മരുമക്കൾ അടിമകളാക്കി വെക്കാനുള്ളതല്ല. മരുമക്കളെ വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ വലിയ കുറ്റത്തിലേക്ക് ചാടും ഉമ്മ. മരുമക്കളെ വല്ലാതെ വേദനിപ്പിക്കരുത്. മരുമക്കളെ വേദനിപ്പിക്കുന്നത്, അവരെ ചീത്ത പറയുന്നത് വൻകുറ്റമാണ്. അവരെ കൊണ്ട് അവർ ഒരു നേരം ഭക്ഷണം ശരിക്കുണ്ടാക്കിയില്ല എന്ന പേരിൽ മരുമക്കളെ നേരെ കയർക്കുന്ന അമ്മായിമ്മമാരുണ്ട്. നിനക്കതിന് അവകാശമില്ല ഉമ്മ. മരുമക്കൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് സുന്നത്തായ അമലാണ്, നിർബന്ധമുള്ളതല്ല. ഭർത്താവിന് വരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ നിർബന്ധമില്ല. ഭർത്താവിന്റെ വസ്ത്രം വരെ അലക്കി കൊടുക്കൽ നിർബന്ധമില്ല. അതൊക്കെ സുന്നത്തായ അമലാണ്. എന്നാൽ പിന്നെ ഭർത്താവിന്റെ ഉമ്മയുടെ
ഡ്രസ്സും അലക്കി കൊടുക്കുന്നത് സുന്നത്തായ അമലാണ്. അതൊന്ന് ചെയ്യുമ്പോ ഒന്ന് ഉപ്പ് കൂടിപ്പോയി, അല്ലെങ്കിൽ ശരിക്ക് ചളി പോയില്ല എന്ന പേരിൽ മരുമക്കളെ നേരെ തിരിയുന്ന ഉമ്മമാരെ, നിന്റെ അടിമയല്ല ആ പെണ്ണെന്ന് നീ ഓർക്കണേ. ആ പെണ്ണിന്റെ ഭാവി നഷ്ടപ്പെടുത്തി മകനോട് ത്വലാഖ് ചെല്ലാൻ ആവശ്യപ്പെടുന്ന, കാരണമില്ലാതെ ആവശ്യപ്പെടുന്ന ഉമ്മമാരെ, റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. അവര് ചെറുപ്പക്കാരല്ലേ, അവരൊന്ന് ബെഡ്റൂമിലേക്ക് പകൽ ടൈമിൽ കയറിയാൽ അതാ ഉമ്മമാര് കണ്ണിടുകയാണ്, പട്ടണമാക്കുകയാണ്. രാത്രി 12 മണിന്റെ ശേഷമല്ലാതെ ബെഡ്റൂമിൽ പോകാൻ പാടില്ല. ഈ രൂപത്തിൽ ഒളിഞ്ഞും മറിഞ്ഞും ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ല ഉമ്മ. ഒന്ന് സ്വസ്ഥമായി അവര് പകലും രാത്രിയൊക്കെ അവര് ജീവിതം ഒന്ന് പങ്കിടട്ടെ. നീ നിന്റെ ശരീരം മെലിഞ്ഞൊട്ടിയില്ലേ, ഇനി നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ല. അവരിനിയൊന്ന് സുഖിക്കട്ടെ, ഞാനത് കണ്ട് രസിക്കട്ടെ എന്നായിരിക്കണം ഉമ്മമാരെ, ഉപ്പമാരെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചെറുപ്പക്കാരല്ലേ, അവരൊരു പക്ഷേ അവരുടെ കയ്യിൽ ചെറിയ അബദ്ധങ്ങളൊക്കെ ഉണ്ടായേക്കാം. അവർക്ക് മാപ്പ് കൊടുത്ത് മരുമക്കൾക്ക് നല്ലത് ഉപദേശിച്ച് നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ സ്നേഹത്തോടെ, ഉമ്മമാരെ നിങ്ങളെ മയ്യത്ത് വീട്ടിൽ അതാ വെക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ടൈമിൽ എന്റെ അമ്മായിമ്മ എന്ന് കരുതിക്കൊണ്ട് മനസ്സറിഞ്ഞൊരു ഫാത്തിഹ ഓതാൻ മരുമകൾക്ക് തോന്നണമെങ്കിൽ നീ അവരോട് സ്നേഹത്തോടുകൂടെ ജീവിച്ച അമ്മായിമ്മയാകണം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന റബീഉൽ അവ്വലിനോട് ബന്ധപ്പെട്ടതല്ലെങ്കിലും കാരുണ്യത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴങ്ങ് പറഞ്ഞതാണ്. അതിരിക്കട്ടെ, നമുക്കിവിടെ ബുറുദ ചെല്ലാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് വല്ലാത്ത പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നവർക്ക് വലിയ സ്ഥാനമാണ്. ഇതാ റബീഉൽ അവ്വലിന്റെ 1 മുതൽ അൽഹംദുലില്ലാ അതിന് മുമ്പ് തന്നെ നമ്മുടെ റോഡുകളെല്ലാം തോരണങ്ങൾ തൂങ്ങിപ്പോയി, നമ്മുടെ പ്രവർത്തകരെല്ലാം അലങ്കരിച്ചു പോയി. അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ ഈ മാസത്തെ സ്വീകരിച്ചുകൊണ്ട് മർഹബൻ ബിശഹരിൽ ഹബീബ്, ഹബീബിന്റെ മാസത്തിന് സ്വാഗതം എന്ന് പറഞ്ഞ് സ്വാഗതം എഴുതി വെച്ചവർക്ക് വല്ലാത്ത ഹബീബിന്റെ കബൂൽ അല്ലാഹു നൽകട്ടെ. നമ്മൾ അതാ 30 ദിവസവും റബീഉ വരുമ്പോൾ നമ്മളെ വീടിലൊക്കെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കണം. അതാ കല്യാണം നടക്കുമ്പോൾ, സുല്ലമിയുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ, ബാബുട്ടി മൊയ്ലിയുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ, ആജിയാരുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ നല്ല പന്തലിടുന്നു, പല അറേഞ്ച്മെന്റുകളും ചെയ്യുന്നു, വർണ്ണമാലകളും ലൈറ്റുകളും തൂക്കുന്നു. അതിന് രേഖ ചോദിക്കാറില്ല ആരും. എന്നാൽ നമ്മുടെ മക്കളുടെ കല്യാണം, നമ്മുടെ മകളുടെ മകന്റെ കല്യാണത്തിനാണിത് ചെയ്യുന്നത്. എന്നാൽ മുത്തുനബിയുടെ മാസമാണ് റബീഉൽ അവ്വൽ. അത് ബഹുമാനത്തിന്റെ വഴിയാണ്. അത് നമ്മുടെ മക്കളുടെ സ്ഥാനത്തല്ല, നമ്മളുടെ നമ്മുടെ മകന്റെയോ മകളുടെ സ്റ്റേജിലല്ല നബിതങ്ങളുള്ളത്. നബിതങ്ങളുടെ സ്ഥാനം നമ്മുടെ മനസ്സിൽ എല്ലാവരും പൊന്തി കാണണം. അതാണ് ഈ ലൈറ്റുകൾ നമ്മുടെ വീടിന്റെ മുമ്പിലൊക്കെ പൊന്താനുള്ള കാരണം. നമ്മൾ അതിനെ ചെറിയതായി നിസ്സാരമാക്കരുത്. ബുർദ മജ്ലിസ് എന്ന് പറയുന്നത് ചെറിയ സദസ്സല്ല. മുത്തുനബിന്റെ മദ്ഹിന്റെ സദസ്സ് എന്ന് പറയുന്നത് ബുർദ എന്നല്ല, മൗലിദും ഏത് റസൂലുള്ളാഹിന്റെ പേരിലുള്ള ഏത് കവിതകളും അതും അതാ ഗദ്യവും പദ്യവും മുഴുവനും വലിയ ഫദലും വലിയ കൂലിയും ഉള്ളതാണ്. മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം അൽ അൻസാരി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വയതഅക്കദു അലൈഹി, ഒരാളെ മേൽ വളരെ ശക്തിയായ അമലാണ് ഇൻ കാന മിനൽ മുഹിബ്ബീൻ, അവന് മുത്തുനബിയോട് മഹബ്ബത്തുള്ളവനാണെങ്കിൽ, സ്നേഹമുള്ളവനാണെങ്കിൽ. മുഅ്മിനീങ്ങളെ, നമുക്ക് സ്നേഹമില്ലേ? സ്നേഹമുള്ളവനാണെങ്കിൽ അവരെ മേൽ കടമയാണ് ഹിഫ്ളുൽ ബുർദ. റസൂലുള്ളാഹിന്റെ പ്രേമത്തിൽ രചിക്കപ്പെട്ടതായ ബുർദ എന്ന കവിത കാണാതെ പഠിക്കാൻ പരിശ്രമിക്കൽ അവൻ മഹബ്ബത്തുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആയിരക്കണക്കിന് കവിതകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് എഴുതിയ മഹാന്മാരൊക്കെ നബിയുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട്. ഇമാം ബൂസീരിയുടെ കവിതയുടെ കഥയെല്ലാം നമുക്കറിയാം. ഇമാം ഖർബൂതി തങ്ങൾ പറയുന്നു, ഈ ബുർദ ഒരാള് 40 ദിവസം ചൊല്ലിയാൽ, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും, ശുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയിലുള്ള ടൈമിൽ വരെ ചൊല്ലാൻ പറ്റിയ സാധനമാണ് ബുർദ. ഉമ്മമാരെ, മെൻസസ് ആയാൽ പിന്നെ നിസ്കാരമില്ലല്ലോ. നിസ്കാരമില്ലാത്തതോടുകൂടെ ദിക്റും കൂടെ നിങ്ങൾ ഒഴിവാക്കരുത്. നിസ്കാരം ഒരു പെണ്ണിനില്ലാതെ വരുമ്പോൾ
പിശാച് ശരീരത്തിലേക്ക് കയറിക്കൂടും. അത് ഇല്ലാതിരിക്കാൻ നിങ്ങൾ ദിക്റുകൾ ചൊല്ലണം, നിങ്ങൾ ബുർദകൾ ചൊല്ലണം, ബദരിയത്ത് ചൊല്ലണം. നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പാടില്ല, നിസ്കരിക്കാനും നോമ്പെടുക്കാനും പാടില്ല എന്നതൊഴിച്ച് ബാക്കി നിങ്ങൾ ആ നിസ്കാരത്തിന്റെ അത്രയും ടൈം നിങ്ങൾ ദിക്റ് ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ. അതുപോലുള്ള റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ നിങ്ങൾ ചൊല്ലണം. 40 ദിവസം തുടരെയായി ബുർദ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്ന ദർശനം ഉണ്ടാകുമെന്ന് ഇമാം ഖർബൂദി തന്റെ അസീദ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. കണ്ണിന് വല്ലാത്ത രോഗം ബാധിച്ചിരിക്കുന്ന ഇമാം ഫാറഖി തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഫാറഖി, നീ ബുർദ എടുത്തിട്ട് നിന്റെ കണ്ണിന്റെ മുകളിൽ വെച്ചാൽ നിന്റെ കണ്ണിന്റെ രോഗം ശിഫയാകുന്നതാണ്. അതാ ബുർദ എടുത്തിട്ട് കണ്ണിന്റെ മുകളിൽ ഇമാം ഫാറഖി വെക്കുന്നു, തന്റെ കണ്ണിന്റെ രോഗം ശിഫയാകുന്നു. മഹാനായ അഹ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി വലിയ മഹാനാണ്. ഇസ്കന്ദറിൽ കഴിഞ്ഞുപോയ മഹാൻ കിടക്കുന്നത് ഈജിപ്തിലാണ്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വല്ലാത്ത കറാമത്തുള്ള മഹാനാണ്. മഹാനായ അഹ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി പറയുന്നു, ഉമ്മമാരെ അല്പം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. മൻ ഫാതഹു കസറത്തു സിയാമി വൽ ഖിയാം, രാത്രികളിൽ ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിക്കുന്ന ഉമ്മമാര് കഴിഞ്ഞുപോയി. ഉദിപകലിൽ ഒക്കെയും നോമ്പതും പൂടിത്തേ, ഉറങ്ങിടാതെ രാവിൽ ഉണ്ട് തൊഴുതിടും സാദത്തെ. നഫീസത്തുൽ മിസ്രിയുടെ ജീവിതമാണ്. ഉദിച്ച പകലിൽ മുഴുവനും പെരുന്നാളിന്റെ 4 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പകലിലും നോമ്പതും പൂടിത്ത്, ഉറങ്ങിടാതെ രാവിൽ ഉണ്ട് തൊഴുതിടും സാദത്തെ. ഉറങ്ങാതെ രാത്രിയിൽ നിസ്കരിച്ചിരുന്ന നഫീസ, മൈമൂന, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അതുപോലുള്ള മഹദിമാർ ആയിരക്കണക്കിന് കഴിഞ്ഞിട്ടുണ്ട്. രാപ്പകലില്ലാതെ ഇബാദത്തെടുത്ത അതാ പുരുഷന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഇബാദത്തെടുക്കുന്നവരുമുണ്ട്. പക്ഷേ നമ്മെ പോലുള്ള ആളുകളോടാണ് അഹ്മദ് സിക്കന്ദരി പറയുന്നത്, ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ കസറത്തു സിയാം, കൂടുതൽ സുന്നത്ത് നോമ്പൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ്, എല്ലാ വ്യാഴാഴ്ചയും നോമ്പ്, എല്ലാ കറുത്ത വാവിലും എല്ലാ വെളുത്ത വാവിലും, വെളുത്ത രാവുകളിലും കറുത്ത രാവുകളിലും, അതാ കറുത്തരാവിന്റെ പകലുകളിൽ വെളുത്തരാവിന്റെ പകലുകളിലൊക്കെ നോമ്പ്. ഇതൊക്കെ സുന്നത്താണ്. അല്ലാത്ത ദിവസങ്ങളിലും സുന്നത്താണ്. ഈ സുന്നത്തായ നോമ്പെടുത്ത് ജീവിക്കുന്ന എത്രയെത്ര സാലിഹീങ്ങൾ ഇന്നുമുണ്ട്. ചെറുപ്പക്കാര് തന്നെ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്, എനിക്കറിയാം. അങ്ങനെയാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞു പോയി. എന്നാൽ ഒരു ദിവസം പോലും ഉച്ചഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല. ഉച്ചക്ക് കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും കഴിച്ചിട്ടുണ്ട്, വൈകുന്നേരം കിട്ടിയില്ലെങ്കിൽ രാത്രിയെങ്കിലും കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ലാത്തൊരു ദിവസം നമുക്കൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. ചായ കിട്ടിയില്ലെങ്കിൽ എന്തൊരു പട്ടണമായിരിക്കും. പക്ഷേ ദുനിയാവിന്റെ ജീവിതമാണ്. പള്ള പ്രശ്നം, ആഖിറത്തിന്റെ പള്ള നമ്മൾ നിറച്ചിട്ടില്ല. എല്ലാ ദിനവും നമ്മൾ അതിൽ വിശപ്പിലാണ്. ആഖിറത്തിന്റെ വിശപ്പ് അനുഭവിക്കുന്നത് മരിക്കുന്ന ആ സെക്കൻഡ് മുതൽ പിന്നെ അവസാനമില്ലാത്ത കാലത്താണ്. ആ വിശപ്പിന് വേണ്ടി നമ്മുടെ കയ്യിൽ എന്താണ് ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അങ്ങനെ അമലില്ലാതെ എന്നെ പോലുള്ള ആളുകളോട് അഹ്മദ് സിക്കന്ദരി പറഞ്ഞൊരു വസിയത്ത് എന്താണ്? മൻ ഫാതഹു കസറത്തുൽ സിയാമി വൽ ഖിയാം, വല്ലാതെ പാതിരാവുകളിൽ ഇബാദത്ത് എടുത്തിട്ടില്ല, വല്ലാതെ സുന്നത്ത് നോമ്പുകൾ നോറ്റിട്ടില്ല. വയസ്സോ 40, 30, 50, 60 രോഗമാണ്. ഇനി അതിന് ചാൻസുമില്ല. മരണത്തെ അസ്റായീൽ അടുത്തു വരുമെന്ന നിലക്കാണ് ഈ രൂപത്തിലെത്തിയ ആളുകളെ അവന്റെ ശരീരം അവനതാ മുത്തുനബിന്റെ സ്വലാത്തുമായി ജോലിയാക്കൂ. കാരണം നിന്റെ ജീവിതം മുഴുവനും നീ ഏത് കർമ്മം ചെയ്താലും റബ്ബ് നിനക്കൊരു സ്വലാത്ത് തന്നാൽ നീ എന്ത് ചെയ്താലും അതിനെയൊക്കെ മറികടക്കുന്നതാണ് റബ്ബിന്റെ
ഒരു സ്വലാത്ത്, നബിന്റെ മേലിൽ നീ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ റബ്ബ് നിനക്ക് 10 സ്വലാത്ത് തരുമാണ്. റബ്ബിന്റെ ഒരു സ്വലാത്ത് തന്നെ നീ ചെയ്ത എല്ലാ അമലിനെയും മറികടക്കുന്നതാണ്. അതുകൊണ്ട് അതാ ജീവിതത്തിൽ അമലുകളൊന്നുമില്ലാതെ മരിക്കാനായി രോഗിയായി എന്ന് ചിന്തിക്കുന്നവരെ അഹ്മദ് ബിൻ അത്താഹില്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നു, നീ ഇനി വല്ലാത്ത കാര്യങ്ങളുമായി ജോലിയാകല്ല, നിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും നീ സ്വലാത്തങ്ങ് പെരുപ്പിക്കൂ. കഴിഞ്ഞ രാത്പകലുകളെ മുഴുവനും അതുകൊണ്ട് വീണ്ടെടുക്കാം. അതുകൊണ്ട് പരിഹാരമാണ് കേട്ടോ. ഇമാം ഫാക്കിഹാനിയെ തൊട്ട് ഇമാം സഹാബി അവിടുത്തെ ഖൗലുൽ ബദീ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കഴിഞ്ഞുപോയ എല്ലാവരുടെയും ആഗ്രഹം അല്ലാഹുവിന്റെ ഒരു സ്വലാത്ത് ലഭിക്കലാണ്. ആ സ്വലാത്താണ് ഏറ്റവും വലിയത്. എത്രത്തോളം ബുദ്ധിമാനിയോട് ഒരാളോട് അല്ലാഹു പറഞ്ഞു എന്ന് സങ്കല്പിക്കൂ. ലോകത്തുള്ള എല്ലാവരുടെയും അമലിന്റെ കൂലി നിനക്ക് തരാം, അല്ല നിനക്ക് ഒരു സ്വലാത്ത് ഞാൻ എന്റെ സ്വലാത്ത് തരാം. എന്നാൽ ഒരു ബുദ്ധിമാനിയാണെങ്കിൽ ലോകത്തുള്ള ആളുകളുടെ അമലിന്റെ കൂലി എനിക്ക് വേണ്ട, റബ്ബേ നിന്റെ ഒരു സ്വലാത്ത് മതി എന്ന് പറയുമെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. അങ്ങനെ റബ്ബിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്വലാത്ത് ലഭിക്കുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് മുത്തുനബിന്റെ മേലുള്ള സ്വലാത്താണ്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, എന്റെ മേലൊരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അല്ലാഹു അവന്റെ മേൽ എത്രയോ സ്വലാത്ത് ചൊല്ലുന്നതാണ്, 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് വല്ലാത്ത പുണ്യമുള്ളതാണ്. അതിന്റെ ഫളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന്റെ സദസ്സിലാണ് നമ്മൾ ഉള്ളത്. പല രൂപത്തിലും നബിതങ്ങളെ കാണും. ചെറിയ കുട്ടിയായി നബിതങ്ങളെ കാണും. നബിതങ്ങളുടെ കളറ് മാറിക്കൊണ്ട് കാണും. മുത്തുനബിയുടെ വർണ്ണം യഥാർത്ഥ രൂപത്തിൽ കണ്ട ആളുകളും കിതാബിൽ പറഞ്ഞതൊക്കെ വല്ലാത്ത ഭംഗിയാണ്. അവിടുത്തെ ചുണ്ടും ചിറിയും നെറ്റിയും കവിളും അവിടുത്തെ ശരീര പ്രകൃതി മുഴുവനും കണ്ടവര് മുഴുവനും ആശ്ചര്യത്തിലാണ് പറയുന്നത്. നല്ല രൂപത്തിൽ കണ്ടവര്. ചിലര് പറഞ്ഞ എന്നോടെന്നെ പറഞ്ഞു, മുത്തുനബിയുടെ മുഖം അത്രയൊന്നും വെളുപ്പില്ലാത്ത രൂപത്തിലാണ് ഞാൻ കണ്ടത്. കിതാബിലെ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബിയാണെന്ന് പറഞ്ഞിട്ട് നീ സ്വപ്നത്തിൽ കണ്ട അത് മുത്തുനബി തന്നെയാണ്, പക്ഷെ അത്രയൊന്നും മുഖം വെളുപ്പില്ലല്ലോ ഉസ്താദേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിതാബിൽ. അങ്ങനെ ഒരാള് കണ്ടാൽ അതിന്റെ അർത്ഥം മുത്തുനബിയാകുന്ന ഭംഗിയുള്ള മുഖം നിന്റെ കണ്ണാടിയുടെ കറുപ്പ് കൊണ്ട് കറുത്തുപോയി. നല്ല ചൊറുക്കുള്ളൊരു മുഖം അതാ കറ പിടിച്ച കണ്ണാടിക്ക് നേരെ വെച്ചാൽ ആ കണ്ണാടിയുടെ മോശം കൊണ്ട് ആ മുഖം ശരിക്ക് തെളിയുകയില്ല. നിന്റെ കൽബ് കറുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ ആ സ്വപ്നത്തിന്റെ താല്പര്യം. അതുകൊണ്ട് ഇനി നന്നാകാൻ നോക്ക്. അള്ളാന്റെ റസൂലിനെ വെറുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് കിതാബിൽ കാണാം. അള്ളാഹുവിന്റെ റസൂലിനെ ചെറിയ കുട്ടിയായി കണ്ടവർക്ക്, ചെറിയ കുട്ടിയായി കാണുന്ന ആളുകൾക്ക് ശരീഅത്ത് ഗൗരവമായി മനസ്സിൽ വന്നിട്ടില്ല എന്നാണ്. ദീനിന്റെ കാര്യങ്ങൾ ഒരു വലിയതായി തോന്നിയിട്ടില്ല എന്നാ. അതുകൊണ്ട് ആ സ്വപ്നമൊക്കെ സംഗതി മുത്തുനബിയാണെങ്കിലും അത് അപകടത്തെ കുറിക്കുന്നു. അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ. ഈ സഹോദരനോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ 7 ആളുകൾ മുത്തുനബിയെ കാണാനുള്ള കാരണം? എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ എന്റെ മക്കളെയും കൂട്ടിയിരുത്ത്, എന്റെ ഭാര്യയും ഞാനും മക്കളും എല്ലാവരും കൂടെ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ 2000 സ്വലാത്ത് മദീനയിലേക്ക് ഞങ്ങൾ ചൊല്ലാറുണ്ട് ഒരു ദിവസം. ഈ ഹദിയ മദീനയിലെത്തിയാൽ നിർബന്ധമായും ആ നബിതങ്ങൾ ആ വീടുമായി ബന്ധപ്പെടും. അത് പകരായെന്നോ കിണറിന്റെ അടിയിൽ നില്ലാരെത്തും. ഏത് ലോകത്തേക്കും മുത്തുനബിതങ്ങളെത്തും. ഇമാം സുയൂത്തി പറയുന്നു, നബിതങ്ങൾ എവിടൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നു അവിടൊക്കെ എത്തും. മദ്ഹിന്റെ സദഖസുകളിൽ റസൂലുള്ളാഹിന്റെ ആത്മാവിന്റെ ബന്ധമുണ്ടായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട മഹാന്മാരുള്ള സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവിന്റെ ബന്ധമുണ്ടായിരിക്കും. അല്ലാഹു നമുക്ക് അവിടുത്തെ ബന്ധം നൽകുമാറാകട്ടെ. പക്ഷെ ബന്ധമുണ്ടാണെങ്കിൽ സ്വലാത്ത് ചൊല്ലിയോണ്ട് മാത്രമായില്ല. ഉമ്മമാരെ എന്താ പറയാ, ടൈമില്ല. സ്ത്രീകളുടെ അവസ്ഥ വല്ലാത്ത വിഷമത്തിലാണ്. പുരുഷന്മാരുടെ അവസ്ഥയാണ് തന്നെ. അവര് ധരിക്കുന്ന ഡ്രസ്സ്, മാക്സി, അതുപോലെ തന്നെ സ്ത്രീകളിൽ പാന്റ് ധരിക്കുന്ന സ്ത്രീകൾ വന്നുപോയി. നമ്മുടെ അടുത്തൊക്കെ ഇപ്പൊ വന്നുപോയി. ഇത് പറയുമ്പോ ഇവനിപ്പോ ഇപ്പോഴേ ഇത് കണ്ടിട്ടുള്ളൂ. അല്ല, ഞാൻ കേട്ട് മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. വല്ലാത്ത ആശ്ചര്യമാണ് ഇസ്ലാമിന്റെ രംഗത്ത്. പാന്റ് സ്ത്രീകൾക്ക് ധരിക്കൽ ഹറാമാണ്. അത് പഠിച്ചു വെച്ചു.
ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ പാന്റ് കൊടുക്കരുത്. പാന്റ് പുരുഷന്റെ വസ്ത്രമാണ്. പുരുഷ വസ്ത്രം സ്ത്രീക്ക് കൊടുക്കുന്നത് ഹറാമാണ്. സ്ത്രീയുടെ വസ്ത്രം പുരുഷന് കൊടുക്കുന്നതും ഹറാമാണ്. അത് വാങ്ങിക്കൊടുക്കുന്ന ഉമ്മമാരെ, അത് വാങ്ങിക്കൊടുക്കുന്ന ഉപ്പമാരെ, മിന്നൈനക്തസബഹു, എവിടെന്നാണ് നിന്റെ സ്വത്തുണ്ടാക്കിയതെന്നും വഫീമ അൻഫഖഹു, എവിടെയാണ് ചെലവഴിച്ചതെന്നും ചോദിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. എന്റെ മകൾക്ക് ഞാനൊരു പാന്റ് വാങ്ങിക്കൊടുത്തെന്ന് മറുപടി ആഖിറത്തിൽ പറഞ്ഞാൽ വെച്ചകാൽ അനക്കാൻ റബ്ബ് തആല സമ്മതിക്കില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, നമ്മുടെ പെൺകുട്ടികൾക്ക് പാന്റ് വാങ്ങി കൊടുക്കല്ല, വലിയ തെറ്റാണത്. ഏത് ഉസ്താദ് അനുവദിച്ചിട്ടും കാര്യമില്ല. ലഅനല്ലാഹുൽ മുശബ്ബിഹാത്തി ബിർരിജാൽ, പുരുഷന്മാരുടെ വേഷം കെട്ടി നടക്കുന്ന ആ ഡ്രസ്സുകൾ ഇടുന്ന സ്ത്രീകളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ശാപം എന്ന് പറയുന്നത് അത് വൻകുറ്റമേ ആവുകയുള്ളൂ എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നതായി കാണാം. പിന്നെ പറയണ്ട, തലന്റെ കാര്യം, തലയിലെ മുണ്ട് ഒരു കഥയാണ്. പിന്നെ കുറെയൊക്കെ മുഖം, ചില സ്ത്രീകളൊക്കെ മക്കനെ ഇടുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും തലമുടി ശരിക്കും മറക്കുന്നില്ല. തല പോകട്ടെ, കഴുത്ത് തുറന്നിടാൻ ഒരു പെണ്ണിനും ഒരു മസ്അലയും ഒരു കിതാബിലുമില്ല. കഴുത്ത് തുറന്നിടാത്ത പെണ്ണുങ്ങൾ പിന്നെ വാള് കേൾക്കുന്നുണ്ട്. കഴുത്ത് തുറന്നിടാൻ ഒരു മസ്അലയുമില്ല. ഇവിടെ ഒക്കെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി, മുറ്റമടിച്ച്, റോഡടിച്ച്, മത്സ്യം വാങ്ങാൻ പോയി, അതൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. ചെയ്തോ, വീട്ടിലാളില്ലെങ്കിൽ ചെയ്യാം. പക്ഷേ നിന്റെ കഴുത്ത് തുറന്നിടാൻ പാടില്ല. മക്കനെ ഇട്ടിട്ട് മുഖം മാത്രമേ പുറത്താക്കാൻ പാടുള്ളൂ. മുഖവും പുറത്ത് വിടരുതെന്നാണ് ബലപ്പെട്ട അഭിപ്രായം. ഇനി മുഖവും മുൻകൈയും കഴിച്ച് ഒരു സ്ഥലവും തുറന്നിടാൻ ഒരു മദ്ഹബിലും ഒരു ചാൻസും ഇല്ല ഉമ്മമാരെ. എന്താ ചെയ്യുന്നതിന്റെ വിധി? ഹറാമ്, വൻകുറ്റം, തെറ്റ്. ആര് ശ്രദ്ധിക്കുന്നു? ഉമ്മമാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മാസത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. അള്ളാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടാത്ത കാര്യം എത്ര കാലമായി നിങ്ങളുടെ കഴുത്ത് തുറന്നിട്ട് നടക്കുന്നു, കാല് തുറന്നിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മുൻകൈയല്ലാത്ത മറ്റു ഭാഗങ്ങൾ മറക്കൽ നിർബന്ധമാണ്. പൂർണ്ണമായി കൈയുള്ള മാക്സികൾ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം സഹോദരന്മാരെ. ഇല്ലെങ്കിൽ കൈയുള്ള മാക്സി വെക്കണം. അല്ലെങ്കിൽ അതിന്റെ കടക്കാരോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ആ ഇനം ഇറക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഞങ്ങൾ ഇന്ന് കടയിൽ പോയാൽ പൂർണ്ണ കൈയുള്ള ഒരു മാക്സി കിട്ടുന്നില്ല. എന്റെ കാരണം എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളാണ് അതിന്റെ കുരുത്തക്കേട് ചെയ്ത ആളുകൾ. നിങ്ങളൊരു കടയിൽ നിന്ന് ഇഷ്ടത്തിനനുസരിച്ച് മാക്സി വാങ്ങി, ഭാര്യമാരുടെ തെറ്റിക്കനുസരിച്ച് കൈ ഫുൾ മറയാത്തതായ മാക്സികൾ വാങ്ങി. അങ്ങനത്തെ മാക്സികൾ മാത്രം അപ്പോൾ വിറ്റഴിയുന്ന അവസ്ഥ വന്നപ്പോൾ അത് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പൂർണ്ണമായി കൈയുള്ള മാക്സി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന റബീന്റെ സന്തോഷത്തിന് വന്ന സഹോദരന്മാരെ, നിങ്ങളാണ് റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരിക. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ളതാണ്. പൂർണ്ണ ഡ്രസ് ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കൂ. പൂർണ്ണമല്ലാത്ത ഡ്രസ് ഇടുകയാണെങ്കിൽ അത് നിന്റെ ബെഡ്റൂമിൽ നിന്റെ അരികിൽ നിന്ന് മാത്രമേ പറ്റുകയുള്ളൂ. നിന്റെ അരികിൽ അവൾക്ക് ഡ്രസ് ഉണ്ടാവല് തന്നെ നിർബന്ധമില്ല. അതുകൊണ്ട് വല്ലാതെ ഈ കാര്യം ശ്രദ്ധിക്കണം. കാല് വെളിവാക്കാൻ പാടില്ല. അതുപോലെ തണ്ടം കൈ വെളിവാക്കാൻ പാടില്ല. അടുക്കള ജോലി ചെയ്യുമ്പോ മുറ്റത്തിറങ്ങിയിട്ട് അതാ കല്യാണത്തിൻ്റെ ഏപ്രിൽ ഫൂളാണ്, ഒരു നിയമവുമില്ല. ഇസ്ലാമിന്റെ മലക്കുകളൊക്കെ റഖീബത്തിയത് അതാ മക്കത്തേക്ക് പോണ ദിവസമാണ്, കല്യാണത്തിന്റെ ദിവസം. ഒന്നും എഴുതാത്ത ദിവസമാണെന്ന് തോന്നിപ്പോകും. സ്ത്രീകളുടെ സ്വഭാവം കണ്ടാൽ കല്യാണങ്ങൾ അങ്ങ് നടന്നു പോകും. മുഴുവനും രേഖപ്പെട്ട് കിടക്കുന്നു. ഉമ്മമാരെ, കല്യാണത്തിന്റെ വെപ്രാളത്തിൽ എന്തൊക്കെ ഹറാമുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്റെ അയൽവക്കത്തുള്ള കല്യാണങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളല്ല. ജീപ്പിലും അതുപോലുള്ള വണ്ടികളിൽ അങ്ങ് കയറുന്നു. ഡ്രൈവർ അന്യവനാണോ? ശ്രദ്ധയില്ല. മുഖം തുറന്നിട്ടിട്ട് വണ്ടിയിൽ ഒരു പെണ്ണിനിറക്കാൻ അതാ അങ്ങാടികളിലൂടെ യാത്ര ചെയ്യുന്ന വണ്ടികൾ. മുഖം തുറന്നിട്ടിട്ട് പെണ്ണെ അവിടെ നീ ഇരിക്കരുത്. അതോടുകൂടെ അന്യൊരു പുരുഷനാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, അല്ലല്ല അന്യോനൊന്നല്ല, എന്റെ ഇളച്ചനാണ്. ചങ്ങയ്യ ഇളച്ചൻ തന്നെ പെണ്ണ അന്യോനാണ്. ഇളച്ചൻ എന്ന് പറഞ്ഞ സാധനം അന്യവനാണ്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അഫറൈതൽ ഹമ, ഇളച്ചനെയും മൂത്തച്ഛനെയൊക്കെ കണ്ടൂടെ? നബി തങ്ങൾ പറഞ്ഞു, അൽ ഹമു അൽ മൗത്ത്, ഇളച്ചനും മൂത്തച്ഛനും തീരെ കാണാൻ പറ്റൂല, അത് മരണത്തോട് തുല്യമാണ്. അയൽവക്കത്തുള്ള ചങ്ങായിനെ കണ്ടാലും ഇളച്ചനും മൂത്തച്ഛനായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. എന്തേ? ഇളച്ചനും മൂത്തച്ഛനും വീട്ടിൽ വന്നാൽ ആരും ശങ്കിക്കൂല. എന്തേ? ആ ഇളച്ചനാ,
മൂത്തച്ഛനാ, എല്ലാത്തിനും സൗകര്യമാണ് ഈ കാര്യം. അയൽവക്കത്തുനിന്ന് ഒരാൾ വരിക്കുന്ന എന്തിനാ അവിടെ പോയി എന്ന് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ മുത്തുനബി പറയുന്നു, ഇളച്ചന്മാരും മൂത്തച്ഛന്മാരും അതാ തീരെ അവരുടെ ഇളച്ചിയിലേക്കും മൂത്തച്ചിയുടെ അരികിലേക്കും ബന്ധപ്പെടാൻ പാടില്ല. ആവശ്യങ്ങൾ തീർത്തു കൊടുക്കണം. അവരുടെ വീട്ടിൽ സാധനം കൊടുക്കണമെങ്കിൽ വീട്ടിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കണം, സംസാരിക്കാം. മുഖത്തുമുഖമായി നിർബന്ധത്തിലല്ലാതെ നിൽക്കാൻ പാടില്ല. എന്നാൽ അവള് വീണുപോയി, അവളെ എടുക്കാം, കൈകൊണ്ട് തൊടാൻ പ്രശ്നമില്ല. അവളൊരു രോഗിയായി താങ്ങാൻ സ്ത്രീകളില്ലെങ്കിൽ അവളെ താങ്ങിപ്പിടിക്കാൻ പ്രശ്നമില്ല. ഇസ്ലാം അതിന് നിബന്ധന പറയുന്നില്ല. ഒരു അപകടത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഒരു സ്ത്രീ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കൈകൊണ്ട് വാരിയെടുക്കാം എന്നല്ല, വാരിയെടുക്കേണ്ടതാണ്. ഒരു വീട്ടിന്റെ അകത്തൊരു അപകടം പറ്റിയാൽ അല്ലാഹു കാക്കട്ടെ, അവിടത്തേക്ക് പുരുഷന്മാർ ഓടിച്ചെല്ലേണ്ടതാണ്. അവിടെ ഡ്രസ്സ് നോക്കാൻ പാടില്ല, മക്കനെ നോക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമം തന്നെയാണ്. അതൊന്നുമില്ലാതെ കല്യാണം എന്ന് പറയുന്ന സന്തോഷ വേളകളിലൊക്കെ അതാ സ്വന്തം പെങ്ങന്മാരെ പോലെ അടുക്കളയിൽ പെരുമാറുന്ന, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പെരുമാറുന്ന, കുക്കുമാരുമായി രസം പറയുന്ന പെണ്ണുങ്ങളെ റബ്ബ് നിങ്ങളെ വെറുതെ വിടുകയില്ല. ചില സ്ത്രീകളുടെ ശബ്ദം വല്ലാത്ത നീളമാണ്. പെണ്ണുങ്ങളെ ശബ്ദം നീളുന്ന പെണ്ണിന്റെ ശിക്ഷ ചില്ലറയല്ല. പുരുഷന്മാരെക്കാണ് നിങ്ങൾ ശബ്ദം ഉയർത്തരുത്, മെല്ലെ നിങ്ങൾ സംസാരിക്കണം. പുരുഷന്റെ സ്വഭാവം നിങ്ങൾക്ക് പാടില്ല. പുരുഷന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് ആരുടെ ഡ്രസ്സാണ് നിങ്ങൾ ധരിക്കുന്നത്? അതാ നടന്മാരുടെയും നടിമാരുടെയും ഡ്രസ്സുകൾ ഇട്ടവരുണ്ടെങ്കിൽ അതാണ് അധിക ചെറുപ്പക്കാരുടെയും ഡ്രസ്സുകൾ. അവരുടെ തലമുടി ഏതെങ്കിലും നടന്റെയും നടിന്റെയും രൂപത്തിലാണുള്ളത്. എന്റെ ബുറുദക്ക് വന്ന ഈ സദസ്സിലിരിക്കുന്ന റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ച് ബുറുദക്ക് വന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ ശരീരം ഒന്ന് സൂക്ഷിക്കണം. ഏതെങ്കിലും ചങ്ങാതിമാരുടെ, ഏതെങ്കിലും പാശ്ചാത്യ സംസ്കാരികളുടെ അതാ ഡ്രസ്സുകൾ നിങ്ങൾ വാങ്ങല്ലേ. ശരീരം വല്ലാതെ ടൈറ്റ് ആക്കുന്ന ഡ്രസ്സ് നിങ്ങൾ വാങ്ങിയിടുന്നത് കറാഹത്താണ്. അതിന്റെ അപ്പുറം നെരിയാണിയുടെ ചുവട്ടിലേക്ക് ഇറങ്ങിയ പാന്റ് അടുപ്പിക്കൽ ഹറാമാണ്. ആ നെരിയാണിന്റെ ചോട്ടിലേക്ക് ഇറങ്ങിയ പാന്റ് വാങ്ങൽ ഹറാമാണ്. നിസ്കരിക്കുമ്പോ കാറ്റി വെച്ചത് കൊണ്ട് ഹറാമെന്ന് കഴിച്ചിലാവുകയില്ല. ഹറാം എന്ന് പറയുന്നത് ചെറിയ ഹറാമല്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, 3 കൂട്ടരിലേക്ക് അള്ളാഹു നോക്കുകയില്ല, 3 കൂട്ടർക്ക് അള്ളാഹു മാപ്പ് കൊടുക്കുകയില്ല. ആ 3-1 പറഞ്ഞത് അൽ മുസ്ബിലു ഇസാറഹു, അവന്റെ പാന്റ്, അവന്റെ തുണി, അവന്റെ കന്തൂറ കരുതി കൂട്ടിക്കൊണ്ട് നെരിയാണിയുടെ ചുവട്ടിലേക്കാക്കിയവരാണ്. കരുതി കൂട്ടിയല്ലേ അളവ് അങ്ങനെ കൊടുത്തത്, കരുതി കൂട്ടിയല്ലേ നീ അതിനെ ആ രൂപത്തിൽ അടിച്ചത് വാങ്ങിയത്. വല്ലാത്ത കുറ്റമാണ് കേട്ടോ. നിസ്കരിക്കുമ്പോ ഒന്ന് പൊക്കി വെച്ചത് കൊണ്ട് ആ കുറ്റത്തിൽ നിന്ന് നീ കഴിച്ചിലാവുകയില്ല. ചെറിയ മക്കളുടെ തലക്ക് അപ്പാച്ചി ഉണ്ടാക്കി കൊടുക്കുന്ന ചെറുപ്പക്കാരെ, ആ കുട്ടിയുടെ തലന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തല്ല. മുടികൾ ഒരേ രൂപത്തിലല്ലാതെ വെട്ടിക്കുന്നത് തെറ്റാണ്. പല ചെറുപ്പക്കാരുമുണ്ട് മുന്നിൽ മുടിയതാ കൂടുതൽ. ഈ മറ്റേ കട്ടോടൻ ചാത്തന്റെ മോത്തിക്ക് നോക്കിയമാതിരി ശൈത്താനെ കണ്ടാൽ, ശൈത്താനെ കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ ഇവന് കാണാവുന്നതാണ്. ആ ശൈലിയിലുള്ള ശൈത്താന്റെ സ്വഭാവം മുടി അങ്ങട്ട് മുന്നിക്ക് വെച്ചിട്ട് അതാ കാപ്പ് പോലെ ഒരു തൊപ്പി പോലാക്കി വെച്ചിരിക്കുന്നു. പിന്നിലാണെങ്കിലോ കുറ്റിമുടികളും. പിശാചേ, നിന്റെ തലയിൽ നിന്ന് നല്ലത് വരികയില്ല, നിന്റെ തലക്ക് നല്ല ചിന്തയില്ല. ഉപ്പമാരെ, മക്കളുടെ തലയൊന്ന് പിടിച്ചു നോക്കണേ. മുടികൾ ആദ്യം എന്റെ തല ഒന്ന് പിടിച്ചു നോക്കണം ശൈത്താനെ, എന്നാൽ എന്റെ മകന്റെ തലയും പിടിക്കാൻ എനിക്ക് തോന്നും. ഇത് വല്ലാത്ത മുസീബത്തിന്റെ കാലം തന്നെ. ബുറുദ ചൊല്ലാൻ മുന്നിലാണ്, വഹാബിനെ ചീത്ത പറയാൻ മുന്നിലാണ്. പക്ഷേ ഏതെങ്കിലും തെമ്മാടികളുടെ, ഏതെങ്കിലും നാട്ടിലുള്ള കൊമ്പന്മാരുടെ റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദ് പോലും ചെയ്യാത്ത, ഏതെങ്കിലും ചിത്രത്തിൽ മാത്രം കണ്ട് പരിചയമുള്ളവന്റെ അടിമകളെ, അള്ളാന്റെ റസൂലാണ് നമ്മുടെ നേതാവ്. ആ നബി തങ്ങൾ ജനിച്ച മാസത്തിന്റെ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. ഏതെങ്കിലും കാഫിറിന്റെയും ഏതെങ്കിലും തമ്മാടിയുടെയും വേഷം ധരിക്കല്ല, തല മറക്കല്ല, തല മറച്ച് നടക്കണേ. നിന്റെ തലയുടെ കാര്യം നീ മറക്കല്ല. അതാ മുസ്ലിമീങ്ങൾ തലമറച്ച് നടക്കണം. തലയിൽ എന്തെങ്കിലും തൊപ്പിയെങ്കിലും ധരിക്കണം. അത്
അത് മുസ്ലിമിന്റെ അടയാളമാണ്. തലയിൽ തൊപ്പിയോ മറ്റു കാര്യങ്ങളോ ധരിക്കാത്തവൻ അവന് സാക്ഷിക്ക് പറ്റുകയില്ല. മാസം കണ്ടാലും പറ്റൂല, നിക്കാഹിന്റെ സാക്ഷിക്കും പറ്റൂല. ഞാൻ സാന്ദർഭികമായി പറയട്ടെ ചെറുപ്പക്കാരെ, പുതുവരൻ പോകുന്ന ടൈമിൽ അതാ കച്ചറയുണ്ടാക്കി വച്ചിമ്പിളിയുമായി പോകുന്ന മക്കളെ, ഉപ്പമാരെ, നിങ്ങളെ മക്കളെ കൊണ്ട് കല്യാണം ചെയ്യുമ്പോൾ ഏതെങ്കിലും റൗഡികൾ അവന്റെ കൂടെ പോയിട്ട് ആ കല്യാണത്തിൽ വരുന്ന മകളുണ്ടല്ലോ, പാനിന്റെ മരുമകളുണ്ടല്ലോ, അവളുടെ സ്വഭാവം മോശമാണ്, അവക്ക് തഖ്വയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കല്യാണ രൂപം ഇങ്ങനെയാണ് നടന്നത്. നിന്റെ മകൻ നിന്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതി ദുആ ചെയ്തിട്ട് ഇറക്കിയോ? ചിന്തിക്കണം. ഇറങ്ങി പോകുമ്പോൾ കൂടെ നല്ലവരുണ്ടായിരുന്നു, നല്ലവർ ഇന്നില്ല. പുതുവരന്റെ കൂടെ വരുന്നത് മുഴുവനും അതേപോലെ പേക്കോലങ്ങളാണ്. പേപ്പട്ടി വന്ന പോലെ നാട്ടിലതാ എന്തോ ജന്തുക്കൾ വരുന്ന രൂപത്തിൽ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ഒച്ചയും വിളി ഉണ്ടാക്കി പാട്ടും പാടിയിട്ട് എന്താ പാടുന്നൊരു മാനിയില്ല. നല്ല അറബി പാട്ട് റസൂലുള്ളാഹിന്റെ തൊലാൽ ബദറൊക്കെ ഉണ്ടാവും SSFകാർ പുതിയാപ്പിളാവുമ്പോ. എന്നാ വല്ലാത്ത ഒരു കോച്ചറായി കമ്പനി ഉണ്ട്, ഒരു കോക്കസ്. ഞാൻ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ കമ്പനിക്ക് ഒരു പാട്ട് തൊട്ട് അറിയില്ല, എന്നാ പാടും ചെയ്യും. പാട്ടല്ല പാടുന്നത്, എന്തൊക്കെ പറയുന്നു. നമ്മളെ മക്കളെ നന്നാക്കണം. കള്ള് വിളമ്പുന്നു, കള്ളിന് പൈസ കൊടുത്തില്ലെങ്കിൽ പെട്ടമുണ്ടാക്കുന്നു. ഈ രൂപത്തിലേക്ക് മുസ്ലിം സമൂഹം എത്തിയെങ്കിൽ വല്ലാത്ത ദുഃഖം തന്നെ. റബീഇന്റെ ദിവസത്തിൽ അതാ മുത്തുനബിന്റെ ബുർദക്ക് വന്ന ചെറുപ്പക്കാരെ, ഒന്ന് നന്നാകാൻ പരിശ്രമിക്കൂ. നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് മുത്തുനബി അംഗീകരിക്കുന്ന ഡ്രസ്സാക്ക്. പാന്റ് നമ്മൾ എതിർത്തിട്ടില്ല. പാന്റ് നെരിയാണിന്റെ മുകളിൽ എത്ര കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, എന്തേ ഓല ആൺകുട്ടികളല്ലേ? എന്നാ പാന്റ് നെരിയാണിന്റെ മുകൾക്ക് അടുപ്പിച്ച മനുഷ്യന്മാർ അവർക്ക് എന്തോ മഞ്ഞുണ്ട് എന്ന് പറയാം. ആ രൂപത്തിലേക്ക് ചെറുപ്പക്കാരെത്തി. എന്നിട്ട് ഇവന്റെ കോലം കണ്ടാലോ, കൊഞ്ചന്റെ മേത്തേക്ക് നോക്കിയ മാതിരി നല്ലാതെ കണ്ടു ഒരു കഥ. 2-3 നീള കൊമ്പ് നല്ലാതെ കണ്ടു ഒരു സംഭവമില്ല. ഒരു ഒന്നൊക്കെ ഉറയിലിട്ടിട്ട് അവിടെ അമർത്തി. എനിക്കിതൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാക്കണമെന്നെല്ലാം പറയുന്നത് ഒരു വല്ലാത്ത വിഷമം തന്നെ. സുബ്ഹാനല്ലാഹ്. പിന്നെയാണെങ്കിലോ ജവ്വാലുകളുടെ കാര്യം പറയണ്ട, അഥവാ മൊബൈലുകൾ. സുബ്ഹാനല്ലാഹ്, അതിന്റെ കഥ മണിക്കൂറുകൾ പറയാനുണ്ട്. അതിന്റെ വിപത്തും ഈ ലോകത്ത് അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ മഹല്ലിലുള്ളത്, നമ്മളെ മഹല്ലിലുള്ളത് കുറെ കഥകൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ സദസ്സ് തന്നെ അറുപ്പായി പോകും. ഈ മൊബൈൽ സിസ്റ്റം, മൊബൈലിന്റെ സ്വഭാവം. നമ്മുടെ മക്കൾക്ക് നിരുപാധികം മൊബൈൽ നൽകരുത്. നിങ്ങൾ ഈ വയസ്സന്മാർക്ക് വലിയ പിടുത്തം കിട്ടിക്കൊണ്ട് മൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ ലോകവഞ്ചന നടത്തും. പിന്നെ പണക്കാരുടെ സ്വഭാവം എന്താ? വീടിൽ ഷോക്കേസുകളിൽ, നല്ല വീടിലൊക്കെ പോയൊക്കെ കാണാം, ഷോക്കേസിൽ കാണാം ഒരു ഒരു മൊച്ചനെങ്ങനെ വെച്ച് എന്നിട്ട് ബാൻഡ് അടിക്കും ഷോക്കേസിന്റെ ഉള്ളിൽ. അല്ലെങ്കിൽ തത്ത, അല്ലെങ്കിൽ മുഴല്, അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ മറ്റേ പാവക്കുട്ടി. ഇതെല്ലാം ഷോക്കേസിൽ വെക്കൽ ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെടൂല. വൻകുറ്റങ്ങളിലാണ് അയിമ്മത്ത് ഇത് എണ്ണിയിട്ടുള്ളത്. ഇത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഷോക്കേസുകളിൽ ജീവികളുടെ ഒരു ചിത്രം ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തദ്ഖുലുൽ മലായികത്തു, മലക്കുകൾ അവിടെ കയറുകയില്ല. ബൈതം ഫിഹാ സൂറത്തുൻ, അതാ ചിത്രങ്ങൾ, പ്രതിബിംബങ്ങളും അതുപോലെ പ്രതിമകളുള്ളതായ പാവക്കുട്ടികളുടെ രൂപത്തിലോ മറ്റോ ഉള്ള പ്രതിമകളുള്ളതായ സ്ഥലത്ത് മലക്കുകൾ കയറുകയില്ല. റഹ്മത്തിന്റെ മലക്കില്ല. അവിടെ പിരിയുന്ന പൈസയിൽ ബറക്കത്തില്ല. വെച്ചത് ഹറാമാണ്, അതവിടെ വാങ്ങി വെച്ചത് ഹറാമാണ്. അതിന്റെ പരസ്യം തെറ്റാണ്. അതൊന്നും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദെ. നമ്മളാരെങ്കിലും അങ്ങനത്തെ ഷെയറോ മറ്റുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? പറ്റൂല, ഹറാമാണെന്ന്. ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ലാന്നോ? നമ്മളത് മനസ്സിലാക്കേണ്ടത് തെറ്റാണ്, വിഷയം തെറ്റാണെന്ന് നമ്മൾ അറിയുമെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒഴിവാക്കിക്കൂടാ ആ കാര്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന്റെ സദസ്സ് ഇൻഷാ അല്ലാഹ് തങ്ങൾ അടുത്തെത്തി നമ്മളെ ബുർദയിലേക്ക് കടക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബീങ്ങൾ, ആശിഖീങ്ങൾ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് വെച്ച സാലിഹീങ്ങൾ, അബ്ദുറഹീമുൽ ബർഈ, അതുപോലെ തന്നെ മുഹമ്മദുൽ ബൂസീരി, അബ്ദുല്ലാഹിൽ ബസ്കരി, അതുപോലെ തന്നെ അഹ്മദ് ഷൗഖി, സ്വാലിഹുൽ ജഅഫരി, ഇതുപോലുള്ള ആളുകൾ ഇഷ്ടംപോലെ നബി തങ്ങളുടെ കവിതകൾ ചൊല്ലിയിട്ടുണ്ട്.
ഇമാം ബൂസീരിയുടെ ബുറുദയാണ് ഇവിടെ ചെല്ലാൻ പോകുന്നത്. ആത്മാർത്ഥമായിരുന്ന് മുത്തുനബിയുടെ ബന്ധമുള്ള സദസ്സാണെന്ന് മനസ്സിലാക്കി ഉമ്മമാരെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ സദസ്സിലിരുന്ന് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഉസ്താദുമാരും പിന്നെ കൂരിക്കുയി തങ്ങളും അതുപോലെ ഉസ്താദുമാരൊക്കെ ദ്വാരക്കും. ആ ദ്വാരക്കിന്റെ ടൈമിൽ ആമീൻ പറയൽ ഇൻഷാ അല്ലാഹ് വേറെ. നിങ്ങളിപ്പോ ഇരുന്നിട്ട് ചെയ്യേണ്ടത് എന്താ? മൗലായ സല്ലി വസല്ലം എല്ലാം നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ ചെല്ലുക. അതിനാവൂലെങ്കിൽ നിങ്ങൾ മെല്ലെ ഈ സദസ്സിൽ ഇരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പടച്ചോനെ, റസൂലുള്ളാഹിന്റെ ബന്ധമുള്ള ബുറുദന്റെ സദസ്സാണല്ലോ, എന്റെ വിഷമങ്ങൾ തീർത്തു തരണം, എന്റെ രോഗങ്ങൾ മാറ്റി തരണം. ഇങ്ങനെ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഉമ്മ ഉപ്പ കുടുംബങ്ങൾ മക്കള് ഇവരുടെ വിഷമങ്ങൾ ഓരോന്ന് അള്ളാഹിനോട് മെല്ലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സദസ്സ് പിരിയുമ്പോഴേക്ക് 1.5 മണിക്കൂർ ഇൻഷാ അല്ലാഹ് ദുആ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് ഉത്തരമുണ്ടാവും. സദസ്സുകളിലുള്ള ദുആ മഹാനായ ഇമാം മുഹമ്മദ് നബവി അൽ ജാവി അൽ ബന്ദീനി മഹാനവറുകൾ പറയുന്നു, മൗലിദിന്റെ മദ്ഹിന്റെ സദസ്സിൽ ദുആക്കുത്തരമുണ്ട്. ദുആക്കുത്തരമുള്ള സദസ്സാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ ദുആർക്കന്നെ നമ്മൾ മനസ്സിലാക്കണം. സാലിഹുൽ ജഅഫരി എന്ന സുഡാൻകാരനായ ഇന്ന് ഈജിപ്തിൽ കിടക്കുന്ന വലിയ ആശിഖുർ റസൂൽ, അദ്ദേഹത്തിന്റെ അൽ മഖബൂല എന്നൊരു കവിതയുണ്ട്. ഞാൻ നിർത്തുന്നു. ആ കവിതയുടെ പേര് തന്നെ അങ്ങനെ വരാനുള്ള കാരണം സ്വീകരിക്കപ്പെട്ട കവിത എന്നാണ്. എന്തേ സ്വീകരിച്ചത്? 2 പ്രാവശ്യം റൗളയിൽ നിന്ന് മഹാനവർക്കുള്ള അനുഭവ സ്വീകാര്യം ആ ബൈത്തിന് കിട്ടിയിരിക്കുന്നു. അതിന്റെ ആദ്യ വരി അങ്ങ് വായിച്ചാൽ തന്നെ അറിയുന്നവർ മനസ്സ് പൊട്ടുന്നതാണ്. എന്താണ് അതിന്റെ ആദ്യത്തെ വരി? ലിദാരിൽ ഖുൽദി ഖദ് ജീനാ വലിൽ മുഖ്താരി ഖദ് ദുർനാ വഫിർ റൗളാതി സ്വല്ലൈനാ വശഹദനാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു ദുനിയാവിലെ സ്വർഗമായ മദീനയിലേക്ക് അല്ലാഹു നമ്മെ മദീനയിലെത്തിക്കുമാറാകട്ടെ. മദീനയിലേക്ക് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെത്തി. സാലിഹുൽ ജാഫരി പറയുന്നു, ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് മദീനയിലെത്തി. സുഡാനിൽ നിന്ന് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ദീന് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച സാലിഹുൽ ജാഫരിക്ക് അവിടുത്തെ മശായിഖിന്റെ ഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മുത്തുനബിന്റെ ഭാഗത്തിൽ നിന്ന് സൂചന പറയുന്നു, മോനെ, പുസ്തകം വായിച്ച് അറിവുണ്ടാക്കാൻ പാടില്ല. ഉസ്താദുമാരെ നാവിൽ നിന്ന് പുസ്തകങ്ങൾ വെച്ച് പഠിച്ച് ഉണ്ടാക്കണം അറിവ്. അതാണ് അറിവ്. അല്ലെങ്കിൽ ബിദ്അത്തിലേക്ക് ചാഞ്ഞു പോകുന്നത് കൊണ്ട് പുസ്തകം വായിച്ച അറിവ് ബിദ്അത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായത് കൊണ്ട് മഹാനവർക്ക് അതാ സൂചന കിട്ടുന്നു. അങ്ങനെ സുഡാനിൽ നിന്ന് അതാ ഈജിപ്തിൽ വന്ന് ഇൽമു പഠിച്ച് വലിയ പണ്ഡിതനായ ആശിഖുർ റസൂൽ മുത്തുനബിന്റെ അരികിൽ അങ്ങ് ചെന്നിട്ട് അങ്ങ് കരഞ്ഞ് നിമിഷം കൊണ്ട് പാട്ട് പാടുകയാണ്. ദുനിയാവിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് മദീനയാണ്. ഈ ലോകത്തിന്റെ ഹാർട്ട് മദീനയാണ്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട സ്ഥലം മദീനയാണ്. കാരണം മുത്തുനബി അവിടെ കിടക്കുകയാണ്. ഈ ദുനിയാവിലെ സ്വർഗമെന്ന് പറയുന്ന ദാറിലേക്ക്, ഈ ഭൂമിയിലെ സ്വർഗമാകുന്ന മദീനയിലേക്ക് ഖദീജ ഞങ്ങളെത്തി. മുത്തുനബിന്റെ ഖബർ ഷരീഫിന്റെയും മിമ്പറിന്റെ ഇടയിലുള്ള റൗള, അല്ലാഹു അവിടൊക്കെ പോകാൻ നമുക്ക് വിധിക്കട്ടെ. എല്ലാം മനസ്സറിഞ്ഞ് അവിടുന്ന് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുടെ നബിതങ്ങളുടെ കാല് തട്ടി, ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ കാല് തട്ടി, കോടിക്കണക്കിന് ഔലിയാഇന്റെ കാല് തട്ടി, അവരുടെ നെറ്റ് തട്ടിയ സ്ഥലമാണ്. അവിടെ ഒന്ന് നെറ്റി വെക്കാൻ, ഒന്ന് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് വിധിക്കട്ടെ. അവിടെ ഞങ്ങൾ നിസ്കരിച്ചു. വലിൽ മുഖ്താരി ഖദ് ദുർനാ, നബി തങ്ങളെ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. മദീനയിലെത്തി, റൗളയിൽ നിസ്കരിച്ചു. മുത്തുനബി അങ്ങ് സിയാറത്ത് ചെയ്തു. അപ്പോഴേക്കും വശഹദിനാ റസൂലല്ലാഹ്, നബി തങ്ങളെ ഞങ്ങൾ നേരിട്ട് കണ്ടു. മദീനയിൽ അങ്ങ് ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് മുത്തുനബിനെ സിയാറത്ത് ചെയ്തപ്പോഴേക്കും ആ നബിയെ കാണാൻ മാത്രം അല്ലാഹുവിന്റെ ഔലിയാക്കൾ വളർന്നിരിക്കുന്നു. മദീനയിൽ പോയവരെന്റെ സദസ്സിലിട്ടം പോലെയുണ്ട്. ഞാനടക്കം പോയവനാണ്. നമുക്ക് വല്ല അനുഭവമുണ്ടോ? ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ ആ
പടിവാതിലിൽ ചെന്ന് ആ ഉമ്മർപ്പടിയിൽ ചെന്നിട്ട് പാവപ്പെട്ട ഉമർ ഇതായി ഉമ്മർപ്പടിയിലുണ്ട് നബിയെ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ തനിയെ വാതിൽ തുറന്നു കൊടുത്ത നബിയാണ്. എനിക്കൊന്ന് കൈനീട്ടി തരണമെന്ന് പറഞ്ഞ് വിതുമ്പി പൊട്ടിയതായ സയ്യിദി അഹ്മദ് റിഫാഹി തങ്ങൾക്ക് ഖബറിലൂടെ കൈ നീട്ടിക്കൊടുത്ത നബിയാണ്. 10-30 ദിവസമായി മദീനയുടെ തെരുവിലൂടെ തെണ്ടിയായി ഞാൻ നടക്കുന്നു. എനിക്ക് ഇവിടെയുള്ള പണക്കാരാകുന്ന ആളുകൾ എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന് വാവിട്ട് കരഞ്ഞ അഹ്മദ് റിളാ ഖാൻ സയ്യിദി അൽ ഖാദിരി മഹാനവറുകളുടെ അരികിലേക്ക് ഖബറിൽ നിന്ന് നേരിട്ട് കയറി വന്ന് ആലിംഗനം ചെയ്ത നബിയാണ്. നമ്മൾ മനസ്സിലാക്കണം, വല്ലാത്ത സ്നേഹമുള്ള നബിയാണ്. കൈ നീട്ടിക്കൊടുത്തു, ജീലാനി തങ്ങൾക്ക് കൈ നീട്ടിക്കൊടുത്തു, റിഫാഴി തങ്ങൾക്ക് കൈ നീട്ടിക്കൊടുത്തു. സിയം വലിയുള്ളാന്റെ നേരെ പ്രകാശത്തിനുള്ള വലിയൊരു നാളം ഖബർ ഷരീഫിൽ നിന്ന് സിയമിനെ വന്ന് പുൽകി. ആയിരങ്ങൾ ദുഃസാക്ഷിയായി സിയം ബോധം കെട്ട് വീണു. അതാ തസ്ബീഹ്മാല ഖബറിൽ നിന്ന് കൊടുത്തു. പലർക്കും സ്വലാത്ത് കൊടുത്തു, ചൊല്ലിക്കൊടുത്തു. മാ സല്ലംതു അലൈഹി സലാമൻ ഇല്ലാ വഖാല വഅലൈക്കസ്സലാം യാ വലദീ. ഞാൻ നബിയോട് സലാം പറഞ്ഞോടത്തോളം എന്നോട് വഅലൈക്കസ്സലാം മോനെ നിനക്ക് സലാം എന്ന് തിരിച്ചു പറയാതെ ഞാൻ നബിക്ക് സലാം പറഞ്ഞിട്ടില്ല എന്ന് മദീനയിൽ ജീവിച്ച മഹാന്മാര് പറയുന്നു. ജീവിതകാലം നബി തങ്ങളുടെ മദ്ഹിലായി ചെലവഴിച്ച മഹാനായ അബ്ദുല്ലാഹിൽ ബസ്കരി നബി തങ്ങളുടെ മുമ്പിൽ പാട്ടുപാടിയിട്ട് ലാറ്റു പറഞ്ഞു, നബിയെ ഞാൻ പാട്ടുപാടിയെങ്കിലും എന്റെ മനസ്സിന് സമാധാനമില്ല. അൽഹംദുലില്ലാഹിൽ കരീമി വഹാദിഹി നജദതു വലന്നി അന്നഹു യർലാഹാ. നബിയെ ഞാൻ ഈ പാട്ടുപാടിയെങ്കിലും തങ്ങളതൊന്ന് പൊരുത്തപ്പെടുമോ നബിയെ? എന്റെ പ്രതീക്ഷ തങ്ങളൊന്ന് പൊരുത്തപ്പെടണമെന്നാണ്. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഖാസിം അൻസാരി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ആ ടൈമിൽ ഖബർ ഷരീഫ് എന്ന് വിളിച്ചു പറയുന്നു, റളീനാ റളീനാ, പൊരുത്തപ്പെട്ട് അബ്ദുല്ലാഹ്, പൊരുത്തപ്പെട്ടു ബസ്കരി. നമ്മളോട് നബിതങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? അതെ, നമ്മൾ ചിന്തിക്കും ഞാൻ മദീനയിലല്ല, ഞാൻ പകരയിലാണ്, ഞാൻ താനാളൂരിലാണ്, ഞാൻ മലപ്പുറം ജില്ലയിലാണ്, ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. അല്ല അല്ല, നമുക്ക് ആത്മീയ ബന്ധമില്ലാതെയായി പോയി. അല്ലാഹുവിന്റെ റസൂലിനെ അതാ എല്ലാ നിസ്കാരത്തിലും ഞാൻ നബിതങ്ങൾക്ക് സലാം പറഞ്ഞാൽ അത് മടക്കിയിരുന്നു. ആരാണ് പറയുന്നത്? ഉത്തരേന്ത്യയിൽ കഴിഞ്ഞു പോയ ആശിഖുർ റസൂൽ സയ്യിദി അഹ്മദുൽ ഖാദിരി അഹ്മദ് റിസാ തങ്ങളെ പറയുന്നു, നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു 4 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നു, എന്തേ ഉസ്താദേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ എന്തേ 4 വട്ടം ആവർത്തിച്ചത്? മക്കളെ, ഞാൻ എന്ന് സലാം പറഞ്ഞാലും നിസ്കാരത്തിൽ അതാ ഉത്തരേന്ത്യയിൽ നിന്ന് സലാം പറയുന്ന അഹ്മദ് റിസാ പറയുന്നു, എന്റെ സലാം നബിതങ്ങൾ മടക്കല് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ഇന്ന് മടക്കുന്നത് കേട്ടില്ല. അപ്പൊ ഞാനൊന്നും കൂടി പറഞ്ഞു, പിന്നെയും കേട്ടില്ല, പിന്നെയും പറഞ്ഞു, പിന്നെയും കേട്ടില്ല. 4ാമത്തെ വട്ടം പറഞ്ഞപ്പോ നബിതങ്ങൾ സാദാ പോലെ മടക്കി. മക്കളെ, എന്തേ ഇന്നത്തെ സലാം ഇങ്ങനെ മടക്കാതിരിക്കാനുള്ള കാരണം? അഹ്മദ് റിസാ പറഞ്ഞത്, രാത്രിയിൽ ചിത്രം കണ്ടിരുന്നു ഞാൻ, രാത്രിയിൽ ഹറാമു ചെയ്തു ഞാൻ എന്നല്ല, രാത്രിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി എന്നല്ല, രാത്രിയിൽ അതാ ഏത് രാത്രിയിൽ ഒരു മൗലിദിന്റെ രാത്രിയിൽ വന്നാൽ പെട്ടെന്ന് ദുആ ചെയ്ത് ചെന്ന് കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവന്റെ വീട്ടിൽ അതാ TV തുറന്നു വെച്ച് 3 മണിക്ക് അതാ പന്ത് കളി കാണുന്നു. റസൂലുള്ളാഹിന്റെ സദസ്സ് അവനിക്ക് വലിയതല്ല. അത്രയും പ്രവണതകളൊക്കെ നമ്മൾ ഒഴിവാക്കണം, അത്രയും മോശങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. പന്ത് കളി ഒന്നും നമുക്ക് നേടിത്തരികയില്ല. അതിൽ കളിക്കുന്നവൻ റബ്ബിന്റെ ആളുകളല്ല, ജീവിതം മുഴുവനും തുലച്ചവരാണ്. അത്രയും ചിത്രങ്ങളൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകരുത്. വല്ലാതെ നമ്മൾ സൂക്ഷിക്കണം സഹോദരന്മാരെ. അഹ്മദ് റിസാ പറഞ്ഞത്, രാത്രി ഞാൻ അശ്രദ്ധനായി എന്നല്ല. എന്താണ് കാരണം? ഞാൻ എന്ന് രാത്രിയിൽ മുത്തുനബിന്റെ മദ്ഹ് എഴുതുന്നവനാണ്. ഞാനന്ന് രാത്രിയിൽ എഴുതിയില്ല. എന്തേ കാരണം?
കാരണം, ഞാൻ എഴുതാതിരിക്കാനുള്ള കാരണം, ത്വലാഖിന്റെ മസലയിൽ ഒരു ഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ, ഒരു ഫത്വയുടെ വിഷയത്തിൽ അത് വ്യക്തമായി എഴുതുകയായിരുന്നു. അഥവാ ഒരു ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അന്ന് രാത്രി റസൂലുള്ളാഹിന്റെ മദ്ഹിന് കഴിഞ്ഞില്ല. ഓരോ വർഷവും ബുർദ മജ്‌ലിസുകൾ വിപുലമായി നാം സംഘടിപ്പിക്കണം. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഒരു ദിവസം ചെയ്യാൻ കഴിയാത്ത പേരിൽ നബി തങ്ങൾ സലാം മടക്കിയില്ല. അതിൽ പിണക്കം പറ്റിയോ തോന്നിപ്പോകുന്നു. അല്ലാഹു നമ്മുടെ സദസ്സ് റസൂലുള്ളാഹിക്ക് കാണിക്കട്ടെ. ഈ സദസ്സിൽ വന്നിരുന്ന ചെറുപ്പക്കാര്, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാര്, ഈ സദസ്സിലുള്ള ചെറുപ്പക്കാര് സ്ത്രീകൾ, ഈ സദസ്സിലുള്ള ഉമ്മമാര്, കുട്ടികൾ, എല്ലാവരെയും മുത്തുനബി ഈ ടൈമിൽ തന്നെ കാണുമാറാകട്ടെ. ഈ വാദ് പറയുന്ന എന്നെയും ഈ കേൾക്കുന്ന നിങ്ങളെയും അല്ലാഹുവിന്റെ റസൂൽ കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതം നബി തങ്ങളുടെ മഹബ്ബത്തിൽ കൊടുത്ത സക്കാത്ത് എവിടെ പോയി വീണറിയില്ല. ആഖിറം എന്നൊരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ലോകത്ത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, റബ്ബിനെ ഭയപ്പെട്ട് ചെയ്തവരെ കയ്യിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് റബ്ബാണ് പറയുന്നത്. ആ കാര്യം ഓർക്കുമ്പോൾ ആർക്കും ഇവിടെ പൊങ്ങാനില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ വസീലയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണം. ഇദാ സല്ലത്തു അബിദിൻ ബഅദതുഹു തുഖർരിബുഹു തുലതിഫുഹു അവതിഫുഹു റഹീമാ സ്വലാത്തുല്ലാഹി അലൽ ഹാദിൽ അമീനാ ഇമാമിൽ അംബിയാ വൽ മുർസലീനാ. ഒരടിമയുടെ കയ്യിൽ വല്ലതും പറ്റിപ്പോയാൽ മുസ്തഫായ നബി തങ്ങൾ അവന് ശഫാഅത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ട് കേട്ടോ. അതിന് മദീനയിലേക്ക് തിരിയണം. വയ്യശുക്കുൽ വറമഹലി ഫുശൗഖി യുഖർരിബുഹു വയജ്അലുഹു നദീമാ. സ്നേഹമുള്ള മനസ്സിന്റെ ഉടമകളെ, മദീനയെ മനസ്സിലേക്ക് കൊണ്ടുവരുക, പച്ചക്കുപ്പയെ മനസ്സിൽ കുടിയിരുത്തുക. ഒരു പാവപ്പെട്ട അടിമയെ പോലെ അശ്റഖ് ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് യാ നബി സലാം അലൈക്കും, എന്റെ നബിയെ, എന്നിലേക്ക് പ്രബോധനം നടത്തിയ നബിയെ, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഹറാമുകളും കറാഹത്തുകളും എനിക്ക് പഠിപ്പിച്ച നബിയെ, തങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, ഈ ഉള്ളവൻ പാവപ്പെട്ടവനാണ്, ഈ ഉള്ളവൻ വിശ്വസിക്കാത്തത് കൊണ്ടുമല്ല, പക്ഷേ അബദ്ധം പറ്റിപ്പോയി നബിയെ, എന്റെ സലാമൊന്ന് മടക്കണം നബിയെ. യാ ഹബീബ് സലാം അലൈക്കും, മുഅ്മിനീങ്ങളുടെ മഹബ്ബത്തുള്ള നബിയെ, അതിലൊരു ചെറിയ മെമ്പറാണ് ഞാൻ. എന്റെ ഹൃദയത്തിലും തങ്ങളുണ്ട് നബിയെ. ഞാനൊന്നും കയ്യിലില്ലാത്തവനാണെങ്കിലും എന്റെ ഹൃദയത്തിൽ അവിടത്തോട് സ്നേഹമുണ്ട് നബിയെ. എന്റെ സലാമൊന്ന് മടക്കണം നബിയെ. യാ റസൂൽ സലാം അലൈക്കും. ലോകത്തെമ്പാടും അയക്കപ്പെട്ട ജിന്നിൻസിലേക്കെന്നല്ല, എല്ലാ സൃഷ്ടികൾക്കുമായി അയക്കപ്പെട്ട നബിയെ, തങ്ങളുടെ ദൗത്യം തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ ഉൾക്കൊള്ളാതെ ആയിപ്പോയല്ല നബിയെ. എന്റെ സലാമയ പേരിൽ തള്ളരുത് നബിയെ, സ്വീകരിക്കണം നബിയെ എന്നിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് യാ നബി സലാം അലൈക്കും, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. വലിയ അനുഗ്രഹമല്ലേ സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുഴുവൻ ചോദിച്ചാ കുടുങ്ങും കേട്ടോ. നമ്മളോട് ഒരു ദിവസം തന്ന അനുഗ്രഹങ്ങൾ റബ്ബ് ചോദിച്ചാൽ എന്തുണ്ട് പറയാൻ? എനിക്ക് പറയാനില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും, ഒന്നും പറയാനില്ല. പടച്ചോനെ ശിക്ഷിക്കുകയാണെങ്കിൽ ഏറ്റുവാങ്ങാം എന്നല്ലാതെ, പക്ഷെ റബ്ബിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ, നരകശിക്ഷ, അത് വലിയൊരു കറുത്ത ലോകമാണ്. ഇവിടുത്തെ തീയിനേക്കാൾ 70 ഇരട്ടി കറുത്ത തീയാണ്, 70 ഇരട്ടി ചൂടും അതോടുകൂടെ കറുത്ത കളറുള്ള തീയാണ്. വഹിയൽ ആന മുദ്രിമത്തുൻ സൗദാ
കറുത്ത് നിൽക്കുന്ന ഒരു തീയാണ്. ആ തീയിൽ അല്ലാഹു നമ്മെ ഇടാതിരിക്കട്ടെ. സഹോദരന്മാരെ, അത് റബ്ബിന്റെ ശിക്ഷയാണ്. ആ ശിക്ഷയിലെത്തരുതേ. മുത്തുനബി തങ്ങൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. ആഖിറത്തിൽ ആ മുഖം കാണണം. ആ കൈയൊന്ന് പിടിച്ച് ചുംബിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടുത്തെ തൃക്കരം കൊണ്ട് അല്ലാഹു നമുക്ക് ഹൗദുൽ കൗസർ നൽകട്ടെ. റബീഉൽ അവ്വലിന്റെ 1 മുതൽ നമ്മൾ തുടങ്ങിയതാണ് മൗലിദ് ഓതാനും ബൈത്ത് ചൊല്ലാനും നിർത്തിയിട്ടില്ല. 30-40 ദിവസങ്ങളിൽ നമ്മുടെ മഹല്ലിലും പള്ളികളിലും മദ്രസകളിലും ഒക്കെ മൗലിദാണ്. വീടുകളിലൊക്കെ വളരെ നല്ല രൂപത്തിൽ മൗലിദാണ്. എല്ലാം മുത്തുനബി കണ്ട സദസ്സാക്കുമാറാകട്ടെ. മശ്റിൽ ഹിസാബിന്റെ ടൈം പറഞ്ഞു, സാലിഹ്യങ്ങൾ പറഞ്ഞു, ബിജാഹിക അദിരിക്നി, നബിയെ എന്നെ ഒന്ന് രക്ഷിക്കണം നബിയെ. ഇമാം മുഹമ്മദ് ബിൻ അബീ ബക്കർ അൽ ബഗ്ദാദി പറഞ്ഞതാണ്. എവിടുന്നാ പറയുന്നത്? ബഗ്ദാദിൽ നിന്ന് പറയുന്ന, മദീനയിൽ നിന്നല്ല. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ റൂമുകളിൽ നിന്ന് ഉമ്മമാരെ എപ്പോഴും നബിയെ എന്നെ രക്ഷിക്കണം, നബിയെ എന്നെ നന്നാക്കി തരണം എന്ന് നമ്മൾ പറയണം. മദീനയിൽ അത് കേൾക്കും. സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ബിജാഹിക അദിരിക്നി ഇദാ ഹുസിബൽ വറാ ഫഇന്നി അലൈക്കും ദാലികൽ യൗമ ഹസബു. നബിയെ, നാളെ ആഖിറത്തിൽ തങ്ങളെ മുമ്പിൽ നിന്നല്ലേ എന്നെ വിചാരണ ചെയ്യുക. ഒന്ന് എന്നെ രക്ഷിക്കണം നബിയെ. സാലിഹീങ്ങളുടെ പ്രാർത്ഥനയാണ്, സാലിഹീങ്ങളുടെ സങ്കടമാണ്, വിലാപമാണ്. അല്ലാഹുവിന്റെ റസൂൽ സിറാത്ത് പാലം വിട്ട് കടക്കുന്നത് വരെ ഒരു പക്ഷേ എവിടെങ്കിലൊക്കെ രക്ഷപ്പെട്ടേക്കാം. സിറാത്ത് പാലം അങ്ങ് കടന്നാൽ പിന്നെ സ്വർഗമാണ്. സ്വർഗമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും നമുക്കൊക്കെ അവകാശമുണ്ടോ സഹോദരന്മാരെ? റബ്ബിനെ വഴിപ്പെട്ട് 100 റബ്ബിന്റെ സുജൂദിൽ കഴിഞ്ഞു പോയ സാലിഹീങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു കറാഹത്ത് പോയിട്ട് വേണ്ടാത്തൊന്ന് ചിന്തിക്കാത്ത മുത്തുനബിയെ പോലുള്ള അമ്പിയാക്കന്മാര് കടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഭാര്യമാര് ശുദ്ധമതികളായ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന അപരനാമമുള്ള റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ ചുവട്ടിലെ സ്ത്രീകളെ, അവരെ താഴെ കടയിലല്ലാതെ അവരുടെ അരികിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധ്യമല്ല. ഖാല റസൂലുള്ളാഹി, സ്വർഗ്ഗം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കാലിന്റെ ചുവട്ടിലാണ്. അവരാണ് ഏറ്റവും സ്വർഗത്തിൽ ഉയർന്ന വേദിയിലുള്ളത്. മുത്തുനബിന്റെ ഭാര്യമാരല്ലേ? ഫാത്തിമ ബീവി സ്വർഗത്തിൽ കടക്കുന്ന രംഗം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാ മശ്റിൽ ഒരു വിളി പറയുന്നു. ഉമ്മമാരെ ചിന്തിക്കണം. ഇവിടെ അതാ ഇഷ്ടാനുസരണം അന്യപുരുഷന്മാരിലേക്ക് ശബ്ദമിട്ടിറങ്ങുന്ന പെണ്ണെ ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് വരുമ്പോൾ അതാ മുഅ്മിനീങ്ങളെ, വല്ലൂ അബ്സാറക്കും, നിങ്ങളുടെ കണ്ണൊന്ന് താഴ്ത്തണേ. ഫാത്തിമ സ്വർഗത്തിലേക്ക് പോകുന്നു. മശ്റിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയതുകൊണ്ട് ഒരു കുറ്റവുമില്ല. പക്ഷേ ആ ഫാത്തിമക്ക് അത് ഇഷ്ടമില്ല. അതുകൊണ്ട് അതാ വല്ലാതെ മലക്കുകൾ ആനയിച്ചു കൊണ്ടുപോകുന്ന ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കരുതേ എന്ന് മശ്റിൽ വിളിച്ചു പറയപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇഷ്ടാനുസരണം പ്രത്യക്ഷപ്പെടുന്ന സഹോദരി, ബാബുട്ടിമിലേരെ കാണുമ്പോൾ മുഖം മറച്ചാലും അങ്ങ് മാറി നിന്നത് കൊണ്ടും ആയില്ല. ചെറുപ്പക്കാരെ മുമ്പിൽ ഇങ്ങ് തിളങ്ങി നിന്നിട്ട് നിന്റെ മുഖം നീ നരകത്തിലേക്ക് തള്ളിയിട്ട് ഫാത്തിമ ബീവിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കുമോ? അവസാനം രക്ഷപ്പെട്ടു അവസാനം സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടക്കുമ്പോൾ അതാ പലരും ഉള്ളിലേക്ക് വീഴുന്നു. ഓർക്കുക, നമ്മളൊക്കെ ഏതിൽ പെടും? ആ സിറാത്ത് പാലത്തിലേക്ക് കടക്കുമ്പോൾ മുത്തുനബി പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ ഓനെ രക്ഷിക്കണമെന്ന് പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രാർത്ഥന അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മുത്തുനബി ഒന്ന് നമുക്ക് എല്ലാ രംഗത്തിനും തുണയായി നിന്ന് അതാ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അൽഹംദുലില്ലാഹ് എന്നൊന്ന് പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാലിഹീങ്ങളുടെ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബീങ്ങളായി ആശിഖീങ്ങളായി ജീവിച്ചു പോയ സാലിഹീങ്ങളൊക്കെ പറഞ്ഞത് മുത്തുനബിയെ കാണുന്ന കാര്യത്തിൽ മുത്തുനബി എത്രയോ കണ്ട സാലിഹീങ്ങൾ 3 പ്രാവശ്യം നബിയെ കാണുകയും കൂട്ടിപ്പിടിക്കുകയും അശ്ശഫാഅത്തു ലക, നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. അതാ വലി അഹ്ലിക്കാനിന്റെ കുടുംബത്തിനും വലി അസ്ഹാബിക്കാനിന്റെ ആളുകൾക്കും എന്ന് പറഞ്ഞ മഹാനായ മുഹമ്മദ് ബിൻ അബൂ ബക്കർ അൽ ബഗ്ദാദി മുത്തുനബിയെ വിളിച്ച് കരഞ്ഞത് കണ്ടാൽ നമ്മളൊക്കെ എന്തിനാണ്
ജീവിക്കുന്നത് റസൂലുള്ളാഹിനെ 3 പ്രാവശ്യം ഉർനാത്തയിൽ നിന്നും സ്പെയിനിൽ നിന്നൊക്കെ കണ്ട് അതാ റസൂലുള്ള ശഫാഅത്ത് വാഗ്ദാനം ചെയ്ത മുഹമ്മദ് ബിൻ അബീ ബക്കറുൽ ബഗ്ദാദി വല്ലാതെ വേദനിച്ച് പാടിയിട്ടുണ്ട് നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. വൈനുൻ നസത് കൈഫൽ ഹബീബാതു ലാഹിറു സ്വലാത്തുൻ വതസ്ലീമുൻ വസകാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി സല്ലി ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ وجب الشكر علينا ما دعا لله داع. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. وكيف يدرك